രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം, രണ്ട് രാജാക്കന്മാർ 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന വേദഭാഗം. രണ്ട് രാജാക്കന്മാർ 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗം വളരെ സുപരിചിതമാണ് നമുക്ക്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിനകത്ത് ഒരു അനുഗ്രഹീതമായ ഒരു പ്രവാചകൻ, എലീശ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കിടയിൽ മീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് ശൂന്യമിലെ ഒരു സ്ത്രീ. പേരില്ല, ശൂന്യങ്കാരി സ്ത്രീ എന്നേ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ശൂന്യങ്കാരി സ്ത്രീയും ആ കുടുംബത്തോട് എലീശ പ്രവാചകന് ഒരു പ്രത്യേക അടുപ്പം ഉണ്ടായിരുന്നു. ആ അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് തുടങ്ങാണ്. എലീശ പ്രവാചകന്റെ ഒരു വാക്കോടുകൂടി ഈ അധ്യായം ആരംഭിക്കുന്നു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം. അതിനകത്ത് ഈ ശൂന്യങ്കാരി സ്ത്രീയെ വിളിച്ചിട്ട് എലീശ പ്രവാചകൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ദേശത്ത്, ഇസ്രായേൽ ദേശത്ത് കഠിനമായ ക്ഷാമം വരാൻ പോവുകയാണ്. 7 വർഷം ആ ക്ഷാമം നീണ്ടു നിൽക്കും. അതുകൊണ്ട് നീയും നിന്റെ കുടുംബവും ഈ ദേശത്ത് നിന്ന് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോ. ഇവിടെ താമസിച്ചാൽ ശരിയാവത്തില്ല. ഇവിടെ ഭയങ്കരമായ ക്ഷാമം വരാൻ പോകുന്നു. നിനക്ക് സമാധാനമായി താമസിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും ദേശത്തേക്ക് പോക്കോ. ഇതാണ് എലീശ പ്രവാചകൻ ശൂന്യങ്കാരി സ്ത്രീക്ക് കൊടുക്കുന്ന ഉപദേശം. ഇത് ദൈവം പറയുന്നതാണ്. അതായത് പ്രവാചകൻ ഇതെങ്ങനെ അറിയാം? വരാൻ പോകുന്ന ക്ഷാമത്തെ പറ്റി പ്രവാചകന് നല്ല ബോധ്യമാണ്. കാരണം ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന അഭിഷിക്തനാണ് പ്രവാചകൻ. അപ്പൊ പ്രവാചകന് ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടും, കൃത്യമായിട്ടും കിട്ടും. പ്രത്യേകിച്ച് പഴയ നിയമ കാലഘട്ടത്തിൽ എല്ലാവർക്കും ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ അവകാശമില്ല, കഴിയില്ല. പുരോഹിതൻ അല്ലെങ്കിൽ പ്രവാചകനാണ് പ്രതിപുരുഷനായി നിൽക്കുന്നത്. ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ എത്തിക്കുക, ജനത്തിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പറയുന്നത് പ്രവാചകന്മാരോ പുരോഹിതന്മാരോ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിശ്വാസമുള്ള ആൾക്കാർ, പഴയ നിയമത്തിൽ നോക്കിയാൽ വിശ്വാസമുള്ള ആൾക്കാർ, ഭക്തിയുള്ള ആൾക്കാർക്ക് പ്രവാചകന്മാരുമായിട്ട് അല്ലെങ്കിൽ പുരോഹിതന്മാരുമായിട്ട് ശ്രേഷ്ഠ ബന്ധം ഉണ്ടായിരിക്കും. കാരണം ഇവർ ദൈവത്തിന്റെ അടുക്കൽ എത്താൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവരുമായിട്ട് നല്ല അടുപ്പുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ട സമയത്ത് ഈ ഫാമിലിക്ക്, ഈ ഒരു ശൂന്യങ്കാരി സ്ത്രീ, ആ കുടുംബം, ഭർത്താവുണ്ട്, ഒരു കുടുംബം, ആ കുടുംബത്തിന് എലീശ പ്രവാചകനുമായിട്ട് നല്ലൊരു സ്നേഹബന്ധമുണ്ട്, നല്ലൊരു അടുത്ത ബന്ധമുണ്ടായി. അപ്പൊ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എലീശ പ്രവാചകൻ ശൂന്യങ്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, നീയും നിന്റെ പിതൃഭവനവും ഇവിടെ നിന്ന് പൊക്കോ, ഭയങ്കരമായ ക്ഷാമം വരാൻ പോവുകയാണ്, രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ അരുളപ്പാട് നേരത്തെ കിട്ടിയ പ്രവാചകൻ ഈ സ്ത്രീയോട് മുൻകൂട്ടായി ഈ കാര്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ ഈ സ്ത്രീയോട് പറഞ്ഞത് പ്രവാചകന്റെ ഉദ്ദേശത്തിലല്ല, പ്രവാചകന്റെ ഇഷ്ടത്തിലുമല്ല. ഒരു പ്രവാചകനും ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല. ദൈവം പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ. ദൈവം പറഞ്ഞത്, അതായത് നീ ഇന്ന ആളോടത്ത് പോയി ഇന്നത് പറ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയും. പഴയതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ ചെന്ന് ഭയങ്കര ശക്തമായിട്ടാണ് അവർ പറയുന്നത്. അല്ലെ, ഏലിയാവൊക്കെ ആഹാബിനോടൊക്കെ ചെന്ന് മഴ പെയ്യത്തില്ല, ഞാൻ പറയാം മഴ പെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശക്തമായിട്ട് സംസാരിച്ച ആൾക്കാരുണ്ട്. ഭയമില്ലാതെ അവർ സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് ദൈവം പറയണത് മാത്രമാണ് അവർ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സ്ത്രീയോട്, ഈ കുടുംബത്തോട് ഈ ദൂത് പറയണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. വേറെ ആരോടും പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ സംഭവം വരാൻ പോകുന്ന ക്ഷാമത്തെ പറ്റി ഇസ്രായേലിൽ ഒരു കുടുംബത്തോട് ഒരാളോടും പറഞ്ഞിട്ടില്ല, അരുളപ്പാട് കൊടുത്തിട്ടില്ല. പക്ഷേ പ്രവാചകൻ ഈ ഒരൊറ്റ കുടുംബത്തോട്, ഈ ഒരു സ്ത്രീയോട് മാത്രം ചെന്ന് പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം വരാൻ പോവാണ്, നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറയുന്നുണ്ട്. ബാക്കി ഇങ്ങനെയാണ്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, അനന്തരം എലീശ താൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീയോട്, നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തു കൊള്ളുക. യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു, അത് 7 സംവത്സരം ദേശത്ത് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഭയങ്കര അനുഗ്രഹമാണ്. ചുമ്മാ ഒന്ന് ചിന്തിച്ചോക്ക്. ഒരു ഭയങ്കര വിപത്ത് വരാൻ പോവാണ്, വലിയൊരു പ്രശ്നം വരാൻ പോവാണ്. പ്രകൃതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ, നമ്മുടെ വ്യക്തിപരമായ ലൈഫിനകത്തോ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിനകത്തോ, നിങ്ങളുടെ ഫാമിലിക്കകത്തോ, നിങ്ങളുടെ ശരീരത്തിലും രോഗം വന്ന് ഇത് മുൻകൂട്ടി പറയണം വരാൻ സാധ്യത. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ഈ കാലഘട്ടത്തിൽ, മുൻകൂട്ടി പറയുന്ന ആൾക്കാരുണ്ട്. അന്നുകൊണ്ട് പഴയ നിയമ കാലഘട്ടത്തിലും പണ്ടത്തെ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും മുൻകൂട്ടി പ്രവചിക്കുന്നവരുണ്ട്. ആ രീതിയിൽ ജീവിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ പിന്നാലെ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ അത് എല്ലാം ദൈവികമല്ല. അതാണ് നമ്മുടെ പ്രശ്നം. എന്തായിരുന്നാലും നമ്മൾ ദൈവികമായ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കിക്കാണാണ്. അപ്പൊ മുൻകൂട്ടി ഒരു പ്രശ്നത്തെ ദൈവം പറഞ്ഞു തരുന്നു, എന്നിട്ട് നീ രക്ഷപ്പെട്ടോളണം, വലിയ പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പൊ അത് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും, അല്ലെങ്കിൽ വരാൻ പോകുന്ന വിപത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും. ഇത് പഴയ നിയമത്തിനകത്ത് കർത്താവ് ഒരു കുടുംബത്തോട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പഴയ നിയമത്തിനകത്ത് കർത്താവ് ഒരു വ്യക്തിയോടോ ഒരു കുടുംബത്തോടോ ഏതെങ്കിലും
ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുതിയ നിയമ കാലഘട്ടത്തിലും കർത്താവിന് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പണ്ടത്തെ കാലത്ത് ചെയ്തുകൊണ്ട് ഇന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കരുത്. 1-ാം നൂറ്റാണ്ടിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, ഇപ്പൊ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ട്. എന്ന് കർത്താവ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് വിശ്വസിക്കണം. ബൈബിളിനെ വിശ്വസിക്കേണ്ടത് അങ്ങനെയാണ്. കർത്താവ് മുൻകാലങ്ങളിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും ചെയ്യാൻ ശക്തൻ, ഇന്നും ചെയ്യും. ഒരു സംശയം വേണ്ട, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ നമ്മൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആ സ്ത്രീക്ക് മുൻകൂട്ടി ഒരു അപകടത്തെ പറ്റി വെളിപ്പാട് കൊടുക്കുന്നു, രക്ഷപ്പെടാൻ പറയുന്നു, രക്ഷപ്പെടുത്തുന്നു. ഇതാണ് ആദ്യത്തെ ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും ഇപ്പോഴും കർത്താവിനത് ചെയ്യാൻ പറ്റും. നിങ്ങളോട്, എന്നോട് ദൈവത്തിന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും, സംസാരിക്കാൻ പറ്റും, സംസാരിക്കുകയും ചെയ്യും. മുൻകൂട്ടി ദൈവം തൻ്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യും. ആക്കേണ്ടടുത്ത് ആക്കും, നിർത്തേണ്ടടുത്ത് നിർത്തും, പറഞ്ഞു വിടേണ്ടടുത്ത് പറഞ്ഞു വിടും, ക്രമപ്പെടേണ്ടടുത്ത് ക്രമപ്പെടും. ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കും. അതിലപ്പുറം ഒരു സംഭവിച്ചാലോ എന്നൊരു വാക്കില്ല. ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിനകത്ത് കേട്ടോ, ഞാൻ ഇതിന്റെ എന്തുകൊണ്ടെന്ന് പറഞ്ഞു വരാം, അതിനടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മളെല്ലാം വിശ്വാസികളാണ്, നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ആരാധിക്കുന്നവരാണ്. എല്ലാവരോടും കർത്താവ് ഇങ്ങനെ സംസാരിക്കും. ഇസ്രായേൽ മക്കളും വിശ്വാസികളാണ്, അവർ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അവർക്ക് പ്രവാചകന്മാരുണ്ട്, ന്യായാധിപന്മാരുണ്ടായിരുന്നു, മോശ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും വാക്കുകളൊക്കെ കേട്ട് തന്നെയാണ് അവർ യാത്ര ചെയ്തു പോയത്. ഇന്നത്തെ ക്രിസ്തീയ സഭ തന്നെയാണത്, പഴയ നിയമത്തിൽ ഇസ്രായേൽ. എന്നിട്ട് ഇസ്രായേലിൽ എല്ലാവരോടും ദൂത് കിട്ടിയില്ല. അതാ നമ്മുടെ ചോദ്യം. ഇസ്രായേൽ എല്ലാവർക്കും ഈ ദൂത് കിട്ടിയില്ല. അവരും വിശ്വാസികളാണ്, അവരും സത്യദൈവത്തിൽ ആരാധിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കിട്ടിയില്ല? ഈ ഒരു കുടുംബത്തിന് മാത്രം സ്പെഷ്യൽ. സെയിം ഇന്ന് സഭയിൽ ഇത് സംഭവിക്കുന്നു. ഒരു സഭയിൽ 100 ഉണ്ടെങ്കിൽ 1 കിട്ടുന്നു. മനസ്സിലായോ? 5 പേർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ 2 പേർക്ക് കിട്ടുന്നു. ബാക്കിയുള്ളവർ നാമധേയ ക്രിസ്ത്യാനികളെ ജീവിക്കുന്നു. വ്യത്യാസമുണ്ട്. ഒരു നാമധേയ ക്രിസ്ത്യാനി, ഒരു റിലീജിയസ് പേഴ്സൺ, ജസ്റ്റ് ഒരു റിലീജിയസ് പേഴ്സൺ, അതൊരു മതത്തിൽ വിശ്വസിക്കുന്ന പോലെ ഞാൻ ക്രിസ്ത്യാനിയായി വിശ്വസിക്കുന്നു, പള്ളി വരുന്നു. അത് ക്രിസ്ത്യാനിയായിട്ട് പള്ളി വരണമല്ലോ, പള്ളിയിൽ വരുന്നു, ആരാധിക്കുന്നു, അങ്ങനെ ഇരുന്ന് പോകുന്നു. ഒരു നാമധേയ ക്രിസ്ത്യാനിയോടല്ല ഇത് സംസാരിക്കുന്നത്. മനസ്സിലാക്കണം. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ, അതോ ഒരു സാധാരണ വിശ്വാസിയാണ്? ഇവിടെ അസാധാരണമായ ഒരു ഭക്തിയുടെ നിറകുടമായിട്ടാണ് ഈ സ്ത്രീയെ നമ്മൾ കാണേണ്ടത്. ശൂന്യംകാരി സ്ത്രീയും ആ കുടുംബവും. അതുകൊണ്ട് ദൈവം അവളോട് സംസാരിക്കും. പ്രിയമുള്ളവർ, ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ ജീവിതത്തോട്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനകത്ത്, മക്കളുടെ ലൈഫിനകത്ത്, നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത്, നിങ്ങളുടെ ആരോഗ്യ മേഖലയ്ക്കകത്ത് ദൈവം അറിയാതെ, ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒരു ചെറുവിരൽ അനങ്ങില്ല. ഉറപ്പാണത്. 100 അനുഭവത്തിൽ നിന്ന് ഞാനിത് പറയാം, ഉറപ്പാണ്. അനേകം ആൾക്കാരുടെ ജീവിത എക്സ്പീരിയൻസ് ഈ കാലഘട്ടത്തിൽ ഞാൻ പറയും, ഇത് 100% സത്യമാണ്. ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു ഇല അനങ്ങില്ല, കർത്താവ് അറിയാതെ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ പറ്റി വ്യക്തമായ പദ്ധതികൾ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് കർത്താവ് റൂട്ട് വരയ്ക്കും. പക്ഷെ ആ ഡയറക്ഷൻസ്, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമാണ്. മനസ്സിലായോ? നാളെ ഇന്നടുത്ത് പോണ്ട, പോയാൽ ഒരു അപകട സാധ്യതയുണ്ട്. ദൈവത്തിനറിയാം. നിങ്ങൾ രാവിലെ ഇറങ്ങുകയാണ്, അപ്പൊ കർത്താവ് വന്നിട്ട് ഇങ്ങനെ പറയണം പോണ്ട, പറയോ? അതിന്റെ ചോദ്യം. നിങ്ങൾ അപകടത്തിലാണ് പോകാൻ പോകുന്നത്. കർത്താവ് നിങ്ങളോട് വന്നിട്ട് ഇന്ന് പോണ്ട മകനെ, മകളെ, നീ ഇന്ന് പോയാൽ നീ അപകടപ്പെടും, ഈ ദൂത് നിനക്ക് കിട്ടുമോ? ഞാൻ പറയും കിട്ടും, ഉറപ്പായിട്ടും. ഇല്ലേ പിന്നെ എന്തിനാ നിങ്ങൾ ദൈവമക്കൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? അതില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്, ഒരു വെറും ചടങ്ങ് ക്രിസ്ത്യാനിയായി പോയി. മനസ്സിലായോ? നീ സത്യ ക്രിസ്ത്യാനിയാണോ, വിശ്വാസിയാണോ എങ്കിൽ നീ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളെന്നാണ്, ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കുന്നയാൾ. സുവിശേഷം പറഞ്ഞു വന്നപ്പോൾ ഒരു വാക്ക് വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞൊരു സംഭവം, പരിശുദ്ധാത്മാവ്. അതാണ് ഇന്ന് എന്നിലും നിന്നിലും നിറഞ്ഞു നിൽക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം അത് ആത്മാവായിട്ടാണ്. ക്രിസ്തു ലോകത്തിൽ 3.5 വർഷക്കാലം ജീവിച്ചു, കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. തുടർന്ന് വന്നത് ആത്മാവായിട്ടാണ്. 3.5 വർഷക്കാലം യേശു ജീവിച്ച ഒരു ചുറ്റുപാടുണ്ടായിരുന്നു, ജസ്റ്റ് 100-150 കിലോമീറ്ററിനകം. അതിനപ്പുറമൊന്നും പോയിട്ടില്ല, അത്രേ ഉള്ളൂ.
പക്ഷെ അത് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവ് വന്നു പെട്ടെന്ന് ലോകത്തിന് സ്പ്രെഡായി. ദൈവമാണ്, സെയിം ദൈവം, മനസ്സിലായോ? സെയിം, പക്ഷെ പെട്ടെന്ന് സ്പ്രെഡ് ആവും, എല്ലാവരിലും എത്തുന്നു. ഇതല്ലേ എന്നിലും, ഈ ദൈവമല്ലേ എന്നിലും. അപ്പം പിന്നെ സംസാരിച്ചൂടെ? ശിഷ്യന്മാർ തൊട്ടടുത്ത് നിന്നപ്പോൾ ചോദിച്ചു, ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അപ്പൊ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. മനസ്സിലായോ? പത്രോസ് ചോദിച്ചു, കർത്താവ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി നടക്കട്ടെ വെള്ളത്തിലോട്ട്? പിന്നെ നടന്നോ? സംസാരിക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഈ വെള്ളത്തിൽ നടക്കാൻ പത്രോസ് ചാടി ഇറങ്ങുന്ന സമയത്ത് പത്രോസും കർത്താവും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ വെള്ളത്തിലേക്ക് കർത്താവ് നടന്നു വരുന്നതും പത്രോസ് നിൽക്കുന്നതുമായ സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ആ ബോട്ടിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ ഇപ്പോ ഞാനും കർത്താവും തമ്മിൽ അത്രയും പോലും ഡിസ്റ്റൻസ് ഇല്ല. ഇതൊക്കെ മനസ്സിലാവുന്നു? അന്ന് പത്രോസും കർത്താവും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഡിസ്റ്റൻസ് പോലും ഇന്ന് ഞാനും കർത്താവും തമ്മിൽ ഇല്ലാന്ന്. പത്രോസ് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് കേട്ടെങ്കിൽ, കർത്താവ് തിരിച്ച് റെസ്പോണ്ട് ചെയ്തെങ്കിൽ, ഇന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ കർത്താവ് കേൾക്കൂലേ? റെസ്പോണ്ട് ചെയ്യൂലേ? അതാ ചോദ്യം. എന്തുകൊണ്ട് കർത്താവിന് എന്റെ ശബ്ദം കേൾക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ കർത്താവ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യണത് എനിക്ക് കേൾക്കാൻ പറ്റണില്ല? ഇവിടെയാണ് നമ്മുടെ ഒരു പ്രോബ്ലം. മനസ്സിലായി? ഞാൻ ആ ഒരു പോയിന്റിലേക്ക് വിശദീകരിക്കില്ല, എന്തുകൊണ്ട് അകൽച്ച എന്നുള്ളത് വിശദീകരിക്കുന്നില്ല, കാരണങ്ങൾ ഒരുപാട് വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് ഈ ദൂത് കിട്ടിയത് എന്തുകൊണ്ടെന്നാണ്. ഈ സ്ത്രീക്ക് ദൂത് കിട്ടാൻ കാരണം, അതിന് നമ്മൾ നോക്കേണ്ടത് മുമ്പിലത്തെ അധ്യായമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരണം. 4-ാം അധ്യായം മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഈ എലീശ പ്രവാചകനുമായിട്ട് ഈ കുടുംബത്തിന് ഒരു അടുത്ത ബന്ധം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു പരിചയമില്ലാതെ ഈ എലീശ പ്രവാചകൻ ഇങ്ങനെ ശൂനേം വഴി ഇങ്ങനെ നടന്ന് അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അടിക്കടി ദിവസങ്ങൾ ഇദ്ദേഹം അതുവഴി ഇങ്ങനെ നടക്കുന്നത് ഈ സ്ത്രീയും ആ കുടുംബവും കാണുന്നുണ്ട്. ഒരു പ്രവാചകൻ, ഒരു വിശുദ്ധ മനുഷ്യൻ, ഒരു ദൈവ മനുഷ്യൻ കേട്ടോ, ഒരു ദൈവ മനുഷ്യൻ, അങ്ങനെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. ഒരു ദൈവ മനുഷ്യൻ ഇതുവഴി നടന്നു പോകുന്നത് ഇവർ കാണുന്നു. ഈ കാണുന്ന സമയത്ത് ഈ സ്ത്രീ ഭർത്താവിനോട് പറയാണ്, ഒരു നല്ലൊരു ദൈവ മനുഷ്യൻ ഇതുവഴി നടന്നു പോകുന്നുണ്ട്. അദ്ദേഹം പ്രവാചകനാണ്, ഒരു പ്രവാചകനായ ദൈവ മനുഷ്യൻ ഇതുവഴി നടന്നു പോകുന്നു. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യൻ ക്ഷീണിച്ചൊക്കെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ഒന്ന് കയർ വിശ്രമിക്കാൻ ഒരു സ്ഥലം നമുക്ക് കൊടുത്തൂടെ? നമുക്ക് അല്പം സ്ഥലം കൊടുത്ത് അദ്ദേഹം ഒന്ന് വിശ്രമിക്കട്ടെ, അത് ആശ്വസിക്കട്ടെ, നമുക്കൊന്ന് സഹായിച്ചൂടെ? അദ്ദേഹം ഇങ്ങനെ ത്യാഗത്തോടെ നടന്നു പോയി ശുശ്രൂഷ ചെയ്യുന്ന കാണുമ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹം, അദ്ദേഹത്തിന് വിശ്രമിക്കാൻ ഒരു അല്പം സ്ഥലം, ഒരു ആശ്വാസം, അല്പം ആഹാരം, വെള്ളം എന്തെങ്കിലും കൊടുത്തൂടെ? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർക്കുക, പഴയ നിയമത്തിൽ ദൈവവുമായിട്ടുള്ള ആത്മബന്ധം സൂക്ഷിക്കുന്നത് പേഴ്സണലി അല്ല, മറിച്ച് ഇടനിലക്കാരിലൂടെയാണ്. ആ ഇടനിലക്കാരിൽ ഒരാളാണ് പ്രവാചകൻ. ഞാൻ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കുന്നോ അതിനർത്ഥം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നാണ്. ഞാൻ പ്രവാചകൻ എങ്ങനെ കെയർ ചെയ്യുന്നു അതിനർത്ഥം ഞാൻ ദൈവത്തെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. മനസ്സിലായോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ദൈവവും തമ്മിലുള്ള പേഴ്സണൽ ബന്ധത്തെ കുറിക്കുന്നതാണ് പ്രവാചകനുമായിട്ടുള്ള ബന്ധം. അപ്പൊ ഈ സ്ത്രീ പ്രവാചകനെ കാണുന്ന കണ്ണിൽ അങ്ങനെയാണ്, ഇത് ദൈവ മനുഷ്യനാണ്, അദ്ദേഹം ക്ഷീണിച്ചു പോകുന്നു, അദ്ദേഹത്തിന് ആഹാരം കൊടുക്കണം, അദ്ദേഹത്തിന് കയറി താമസിക്കാൻ സ്ഥലം കൊടുക്കണം. ദാറ്റ് മീൻസ് അവൾ ആഗ്രഹിച്ചത് ദൈവത്തെ ഭവനത്തിനകത്ത് കൊണ്ടുവരണം. സിമ്പിളാണ്. അവൾ ആഗ്രഹിച്ചത്ര ദൈവത്തെ ഭവനത്തിനകത്ത് കൊണ്ടുവരണം. ആ ദൈവിക സ്നേഹബന്ധം ഒക്കെ ഭയങ്കരമായിരുന്നു. 9-ാം വാക്യത്തിൽ, 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ, അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ഉണ്ടോ? വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. അപ്പൊ പിന്നെ നമ്മൾ ആ രീതിയിൽ കയറിയണം. വിശുദ്ധനായ ദൈവപുരുഷൻ, ദൈവത്തെയാണ് അവിടെ കാണിക്കുന്നത്. 10-ാം വാക്യത്തിൽ, നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക, അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാലോ എന്ന് പറഞ്ഞു. ഒരു വീടുണ്ടാക്കി, ഒരു മുറി ഉണ്ടാക്കി പ്രവാചകന് വേണ്ടി. ആരെങ്കിലും ചെയ്യോ അങ്ങനെ? ഒരു ദൈവ മനുഷ്യന് വേണ്ടിയിട്ട്, ഒരു വിശുദ്ധനായ പ്രവാചകന് വേണ്ടിയിട്ട് ഒരു മുറി ഉണ്ടാക്കി, അതിനകത്ത് കട്ടിലും മേശയും ഒക്കെ എടുത്തിട്ട് അദ്ദേഹത്തിന് സ്വസ്ഥമായി കിടന്നുറങ്ങാനും എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് ആ മനുഷ്യന് കൊടുക്കുന്ന. മനസ്സിലാക്കണം, അതേ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവിനെ സ്വീകരിക്കുന്ന വീട്, അതിനു വേണ്ടി അവർ സ്പെൻഡ് ചെയ്ത പണം ഒരു മുറി ഉണ്ടാക്കാനായിട്ട്, ഈ സാഹചര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട്. മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ എങ്ങനെ വേണം നിങ്ങൾ അതിനെ ചിത്രീകരിക്കും? ദൈവത്തിന്റെ സാന്നിധ്യം ഒരു വീട്ടിനകത്ത് വരാൻ നിങ്ങൾ എടുക്കുന്ന എഫർട്ട്, എത്ര പണം, എത്ര സമയം. മനസ്സിലായോ? നമുക്കൊന്നും സമയമില്ല. മനസ്സിലാക്കണം, ഒരു പ്രാർത്ഥന മുറി, ഒരു സന്ധ്യ പ്രാർത്ഥന, അല്ലെങ്കിൽ ഡെയിലി പ്രാർത്ഥനകൾ, ഡെയിലി വചനധ്യാനങ്ങൾ,
വീട്ടിനകത്ത് ദൈവാരാധന, ഇതെല്ലാം ഇതിനെ പ്രതിനിധീകരിക്കുന്നു. ഒരു മുറി ഉണ്ടാക്കി ദൈവപുരുഷനകത്ത് പ്രവേശിപ്പിച്ച് സന്തോഷമായിട്ട് അയാൾ ഒരു ദുഃഖവും വരാൻ പാടില്ല. ആ രീതിയിൽ എല്ലാ കെയറും കൊടുത്തു ആ സ്ഥലത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. ദൈവം എൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന് നിർബന്ധ ബുദ്ധി, അതാ മനസ്സിലായോ? ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ വീട്ടിൽ ഉണ്ടായേ പറ്റുമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടെ ആ സ്ത്രീ പെരുമാറുന്നു. ആ ഭർത്താവ് അതിൽ അംഗീകരിക്കുന്നു. ഇതേ എഫക്റ്റ് ഇന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നിങ്ങളോട് സംസാരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതേ ഫീൽ, ഇതേ ആത്മാവിന്റെ ചൈതന്യം, ഇതേ ആഗ്രഹം, ഇതേ ദാഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഇനി ആരൊക്കെ എതിർ നിന്നാലും കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളെ നടത്തുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ച എല്ലാ കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പാണ്. ഈ ദാഹം എന്നുവെച്ചാ കർത്താവ് എൻ്റെ വീട്ടിൽ വസിക്കണം, അതിന് മുറി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വ്യാഖ്യാനിച്ച ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. സിമ്പിളായിട്ട് ഞാൻ പറയാം, ആ കർത്താവ് വീട്ടിനകത്ത് വസിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയും ആരാധനയും വചനവുമുള്ള വീട്. സിമ്പിൾ, ഇത്ര ഉള്ളൂ. വചനവും പ്രാർത്ഥനയും ആരാധനയും ഉള്ളൊരു വീട്ടിനകത്ത് ദൈവാത്മാവ് വസിക്കും. ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. പക്ഷേ പല വീടുകളിലും ഒറിജിനൽ സത്തിലില്ല, ചടങ്ങിലുണ്ട്. പാടുമായിരിക്കും, പ്രാർത്ഥിക്കുമായിരിക്കും, ചടങ്ങിലുണ്ട്. പലയിടത്തും ഒറിജിനൽ സത്തില്ല. ഒറിജിനൽ യഥാർത്ഥ വിശുദ്ധിയിൽ ദൈവത്തിന്റെ സ്നേഹം എൻ്റെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹിച്ച അത്രയും ത്യാഗത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വീട്ടിനകത്ത് ദൈവം ഉണ്ടാവും. ആ വീട്ടിനകത്ത് നടക്കുന്ന ഏറ്റവും സകലതും ദൈവം നിയന്ത്രിക്കും. ഒരു സംശയം വേണ്ട. ഈ സ്ത്രീയോട് നമുക്ക് തുടർന്ന് പോവാം. ഈ സ്ത്രീയോട് പ്രവാചകൻ പറയുന്നത് ഇവിടെ നിന്ന് എവിടെയെങ്കിലും പൊക്കോന്നാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത്രയും സ്നേഹമുള്ള ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പൊ ഈ കുടുംബത്തോട് ദൈവത്തിന്റെ ദൂത് ഇങ്ങനെയാണ്, നീ എവിടെയെങ്കിലും പോകും, ഇവിടെ നിൽക്കല്ലേ, എവിടെയെങ്കിലും പോകും. പ്രയാസമാണത്. ആ വാക്ക് പ്രയാസമാണ്, എളുപ്പമല്ല. കാരണം അവിടെ നിൽക്കുന്ന സ്ഥലം, സ്വന്തം ദേശം, സ്വന്തം ഭവനം, സ്വന്തം കുടുംബക്കാരോ ബന്ധുക്കാരോ അയൽക്കാരോ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നീ എവിടെയെങ്കിലും പൊക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ കറക്റ്റ് തരണ്ടേ. നീ എവിടെയെങ്കിലും പോകുന്ന പോലെ നിങ്ങൾ പോവോ? പിന്നെ രാമമെങ്കിൽ വരട്ടെ, കോവിഡ് എന്തോ വരട്ടെ, നമ്മൾ ഇവിടം വിട്ട് പോണ പരിപാടിയില്ല. നമുക്ക് അങ്ങനെ വിട്ടു പോകാൻ പറ്റുമോ? അങ്ങനെ പോകാനായിട്ട് കഴിയില്ല. നമ്മൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. എന്നിട്ട് നമ്മളതിനെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശ്രമിക്കത്തേ ഉള്ളൂ. അതാ നല്ലത്, നോർമലി ചിന്തിച്ചാൽ. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ദൂത്, നീ ഇവിടം വിട്ട് എവിടെയെങ്കിലും പോകോ, ഇവിടെ നിൽക്കണ്ടെന്നുള്ളത്. ബാക്കി ആൾക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഇവിടെ. അപ്പൊ അവക്കൊണ്ടൊരു ക്രൈസിസിനകത്താണ് അവൾ വീഴുന്നത്. എളുപ്പത്തിലല്ല, അവൾ അതനുസരിക്കുന്നു. അവൾ പോകും നേരെ ഫിലിസ്തീന്മാരുടെ ഇടയിലേക്ക്, പലസ്തീനിലേക്കാണ് പോകുന്നത്. പലസ്തീൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ തൊട്ടപ്പുറത്താണ്, ഒരു മതിലിനപ്പുറം എന്നുള്ള സ്ഥലമേ ഉള്ളൂ. ക്ഷാമം വരുമ്പോൾ ഇസ്രായേൽ ദേശത്ത് മാത്രമേ വരുന്നുള്ളൂ, തൊട്ടപ്പുറത്തുള്ള രാജ്യത്തില്ല. നമ്മൾ ഇതിന് മനസ്സിലാക്കുന്നത് ഈ ഇസ്രായേൽ ദേശത്ത് ദൈവം കൊടുക്കുന്ന ശിക്ഷയായിരുന്നു അത്. അതായത് അനുസരണമില്ലായ്മയും കപടഭക്തിയും തിന്മയും കാരണം ദൈവം കൊടുത്ത ശിക്ഷാവിധിയായിരുന്നു ആ ദേശത്ത് ആ കാലഘട്ടത്തിൽ വന്ന ക്ഷാമം. ഇവിടെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു ദൈവം. ഇവിടുത്തെ പറയുന്നു ഒരു ശിക്ഷാവിധി ഇവിടെ വരും, അതുകൊണ്ട് വേറെ ആരുടെ ഇത് പറയാൻ പറ്റില്ല, കുറെ അനുഭവിച്ച് തന്നെ പോവും കുറെ പേര്. നീ പൊക്കും, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു. ഇവള് പലസ്തീനിലേക്ക് പോകുന്നു. പലസ്തീനിൽ ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അന്യജാതിക്കാരും അന്യമതസ്ഥരും അവരുടെ കുടുംബക്കാരോ സ്വന്തക്കാരോ അറിവുള്ളവരൊന്നുമില്ല, ഭാഷയിൽ വ്യത്യാസം, എല്ലാം കൊണ്ട് വ്യത്യസ്തമായ ഒരു ജനമാണ്. അപ്പൊ അവരുടെ അടുക്കലേക്ക് ഇവള് പോവാണ്. പ്രയാസമാണ് അവിടെ ജീവിക്കാൻ. ദൈവം വ്യക്തമായ ഒരു സപ്പോർട്ടോ ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല, പോകാൻ മാത്രമേ പറഞ്ഞുള്ളൂ. സെയിമാണ് അബ്രഹാമിനോടും പറയുന്നത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എവിടെയെന്നറിയാതെ പുറപ്പെട്ടു എന്നാണ്. എവിടെയെന്നറിയാതെ പുറപ്പെട്ടു, അത് വിശ്വാസം, അനുസരണം. കർത്താവ് പറഞ്ഞല്ലേ അനുസരിക്കാം. അനുസരണ എന്ന ഭയങ്കര ഒരു സംഭവമാണ്. ദൈവത്തെ അനുസരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. അങ്ങനെ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ ദൈവത്തിന് എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു പ്രോബ്ലം അറിയാമോ? നമ്മൾ ബൈബിൾ അനുസരിക്കില്ല, എല്ലാവരും ഒന്നല്ല, പക്ഷേ ഇതൊക്കെ അനുസരിക്കാൻ പറ്റും, അതാ ചോദ്യം. ഈ ബൈബിളിൽ പറഞ്ഞൊക്കെ അനുസരിച്ചപ്പോൾ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, അപ്പോൾ നമുക്ക് കൊല്ലൊക്കെ പറയേണ്ടി വരും. നിനക്ക് ചിലപ്പോൾ അസൂയൊക്കെ തോന്നാറുണ്ട്, ദേഷ്യം വരാറുണ്ട്, വിദ്വേഷമായ പിണക്കമൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്കുള്ളത്. ബൈബിൾ ഇതൊന്നും പാടില്ലെന്നാണ്, ഒന്നും പാടില്ലെന്നാണ്. 7 വട്ടം ക്ഷമിക്കണം, ദീർഘക്ഷമ, ദയ, വിനയം, സൗമ്യത, ഇതൊക്കെ പറ്റുമോ? അതൊക്കെ പറ്റൂല. അതാ ഞാൻ പറഞ്ഞത് ദാമ്പതയ ക്രിസ്ത്യാനിയാണ്. ചുമ്മാ ചടങ്ങ് ക്രിസ്ത്യൻ നടക്കണം. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സത്ത് ഫോളോ ചെയ്യുന്ന ആള്, ഒറിജിനലായിട്ട് കർത്താവ് പറഞ്ഞതിനെ ഫോളോ ചെയ്യുന്ന ആൾ, അതാ ഒറിജിനൽ ക്രിസ്ത്യൻ. അവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇടപെടുന്നത്. ദൈവം പരിശുദ്ധനാണ്, മഹാപരിശുദ്ധൻ എന്നാണ്.
പരിശുദ്ധമായ ആത്മാവെന്നാണ്. ആ ആത്മാവ് എൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ ഇതിൽ പരിശുദ്ധി വേണം. ക്രിസ്ത്യാനിയായോണ്ട് വരുമോ? ഇല്ല. ഒരു ദൈവം ഒരുവന്റെ ഉള്ളിൽ വസിക്കുന്നത് അവനിലെ പരിശുദ്ധിയിലാണ് വസിക്കുന്നത്. അശുദ്ധമായ ചിന്ത, അശുദ്ധമായ പെരുമാറ്റങ്ങൾ, പ്രവൃത്തികൾ, പക, വിദ്വേഷം, പിണക്കം, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളെല്ലാം കൊണ്ട് നടക്കണം. എങ്ങനെ അവിടെ പരിശുദ്ധനായ ദൈവം ഇരിക്കും? പാടാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും, പള്ളിയിലൊക്കെ ആക്റ്റീവായിട്ടിരിക്കാനൊക്കെ പറ്റും. പരിശുദ്ധനായ ദൈവം കാണില്ല. ഇന്ന് സംഭവിക്കുന്ന വലിയ പ്രശ്നമാണ്. സഭകളിലൊക്കെ വിശ്വാസ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപജയം ഇതാണ്. ഒറിജിനൽ ആയിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ പറ്റുന്നില്ല. ഇവളുടെ അകത്തിരുന്ന ആ ദൈവ സാന്നിധ്യം ഇവളെ പറഞ്ഞത് അതുപോലെ അനുസരിക്കാൻ പ്രാപ്തമാക്കി. പേടിച്ചില്ല അവള്. നമ്മൾ തന്നെ ദൈവമൊക്കെ പറയണൊക്കെ ശരി തന്നെ, അങ്ങനെയൊക്കെ പറ്റും, ദൈവം അങ്ങനെയൊക്കെ പറയും, ബൈബിളിൽ അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞാൽ അതൊന്നും അനുസരിക്കാൻ പറ്റില്ല. എങ്കിൽ എൻ്റെ കാര്യങ്ങൾ നേരെ നടക്കൂല. ഒരു പേടിയാണ് അത് അനുസരിക്കാൻ മനുഷ്യന്. പക്ഷെ ഇവളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയവുമില്ല. എൻ്റെ കർത്താവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അതായത് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു ഇന്നതുപോലെ നീ പോ എന്ന് പറഞ്ഞു, ഞാൻ പോകുന്നു. പറയുമ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഇടപെടും. ദൈവം സ്നേഹമാണ് കേട്ടോ. ദൈവം സ്നേഹം. നമ്മളൊരു പാപം ചെയ്തു വെച്ചോ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തെന്ന് വെച്ചോ ദൈവം നിങ്ങളെ ശിക്ഷിക്കുകയോ തള്ളിക്കളയോ അങ്ങനെയൊന്നുമില്ല. കർത്താവ് വീണ്ടും അവസരങ്ങൾ തരുന്നു. അത് സത്യം. ഇപ്പം നമ്മൾ ഈ കൺവെൻഷൻ്റെ അവസരമാണ്. എനിക്ക് ദൈവം ഈ ദൂത് തരുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, നിങ്ങളോട് തന്നെയാണ് കർത്താവ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു അവസരം കൂടി കർത്താവ് തരുന്നു. എന്താണ്? നിന്റെ ലൈഫിനകത്തുള്ള അനുസരണക്കേടിൻ്റെ ഏതെങ്കിലും തരമ്പുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അത് എടുത്തു കളഞ്ഞിട്ട്, കർത്താവെ, എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിനകത്ത് പൂർണ്ണമായിട്ടും ഞാൻ അനുസരിച്ചിട്ടില്ല, ഞാൻ അനുസരിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ എന്നോട് ക്ഷമിക്കണേ, നിന്നെ അനുസരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ സഹായിക്കും. ദൈവത്തിൻ്റെ കൃപയില്ലാതൊന്നും പറ്റത്തില്ല കേട്ടോ, നമുക്ക് പറയാനേ പറ്റും. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ആഴമായി സ്നേഹിച്ചു, ദൈവഭക്തനെ അതിലൂടെ സ്നേഹിച്ചു, ദൈവം പറയുന്ന അനുസരിക്കാൻ താല്പര്യമുള്ള സ്ത്രീയായിരുന്നു. ആ കുടുംബം അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരുന്ന ആ കുടുംബത്തിനകത്ത് എലീശ പ്രവാചകൻ വന്ന് താമസിച്ചു. ഇങ്ങനെ പോകുമ്പോഴൊക്കെ അവിടെ താമസിക്കും. അപ്പോൾ താമസിക്കുന്നു, ആഹാരം കഴിക്കുന്നു, വളരെ സന്തോഷമാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് എലീശ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ശിഷ്യനോട് ചോദിച്ചു, ഞാൻ എന്നും വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്, അവരെല്ലാം കയറും തരുന്നുണ്ട്, വളരെ സ്നേഹമാണ് ആ കുടുംബം, ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവർക്ക് തിരിച്ച് കൊടുക്കണ്ടേ അല്ലേ? നമ്മൾ മാത്രം ഇങ്ങനെ അവരിൽ നിന്നും ഔദാര്യം പറ്റിയാൽ മതി, എന്തെങ്കിലും അവരെ സഹായിക്കണ്ടേ? നീ ചോദിക്കും, അവർക്ക് എന്താ ആവശ്യം ചോദിക്കും. ഞാൻ രാജാവിൻ്റെ അടുത്തോ രാജാവിൻ്റെ ഒഫീഷ്യൽസിൻ്റെ അടുത്തോ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം പറയണോ, എന്തെങ്കിലും റെക്കമെൻഡേഷൻ വേണോ എന്ന് ചോദിച്ചു. എലീശ പ്രവാചകൻ ചോദിക്കുന്നത് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഞാൻ ചെയ്യണോ, അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗം വേണമെന്നാണ്. രാജാവ് പറഞ്ഞാൽ ഏത് ഉദ്യോഗവും കിട്ടും, ഇഷ്ടം പോലെ സമ്പത്ത് കിട്ടും, സൂപ്പർ ജീവിതം കിട്ടും, നല്ല വീട് കിട്ടും, എന്തുകൊണ്ട് കിട്ടും. അതിന് ഞാൻ എലീശ പ്രവാചകൻ പറഞ്ഞ അന്നത്തെ രാജാവ് അനുസരിക്കും, ഉറപ്പാണ്, ആ രീതിയിൽ ബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും വേണം ചോദിക്കുന്നത്, റെക്കമെൻഡേഷൻ വേണോ ചോദിക്കും. നമ്മളാണ് ഇവിടുത്തെ വിടുവോ, അവസരം ഒരിക്കലും പാഴാക്കത്തില്ല. പക്ഷെ ഈ സ്ത്രീ തിരികെ പറയുന്നത് എനിക്ക് ആവശ്യത്തിനുള്ളത് എല്ലാം ഉണ്ട്. അവൾ പറയുന്നത് അങ്ങനെയാണ്, എനിക്ക് ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്, ഒന്നും വേണം. സമ്പന്നയായിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അവൾ സമ്പന്നയായിരുന്നു, സമ്പത്തുള്ള സ്ത്രീയാണ്. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് പ്രതിഫലം ഒന്നും വേണ്ട, ഇത് എൻ്റെ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി ചെയ്യുന്നതാണ്. മനസ്സിലായോ? ഇതാണ് ദൈവസ്നേഹത്തിന്റെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു പ്രതിഫലവും വാങ്ങുന്നില്ല. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് മോഹിക്കുന്നു, പ്രശസ്തി കിട്ടുന്നു, പേര് കിട്ടും, പണം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് സുവിശേഷ വേല ചെയ്യുന്നു. ഫ്ലോപ്പാണത്. അതെങ്ങനെ ദൈവം ഇരിക്കും? ഇതെല്ലാം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി. കർത്താവ്, എനിക്ക് അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചത്. ശരിക്കും പറഞ്ഞ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. പിന്നീട് ഗേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അവർക്ക് മക്കളില്ല എന്ന് ഈ ഗേഹസി വന്നിട്ട് പറയുന്നുണ്ട്. അവർക്ക് മക്കളില്ല, പക്ഷെ അവർ പറഞ്ഞിട്ടില്ല. ഒരാഗ്രഹം അവർ പറഞ്ഞില്ല, പക്ഷെ മക്കളില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ പ്രവാചകൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷമാകുമ്പോൾ നിനക്ക് കുഞ്ഞ് കിട്ടും. ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി ഈ മർമ്മമൊക്കെ. ഒരക്ഷരം പ്രവാചകനോട് പറഞ്ഞിട്ടില്ല, അതിനർത്ഥം ഒരക്ഷരം ദൈവത്തോട് കുഞ്ഞിനെ കേട്ടോന്ന് പറഞ്ഞിട്ടില്ല, കുഞ്ഞിനെ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. വീടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നേർച്ചയായിട്ട് പ്രവാചകന് കൊടുക്കാൻ, കർത്താവേ ഒരു കുഞ്ഞിനെ തരണേ, അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ പലപ്പോഴും നേർച്ചയായിട്ട് ചെയ്യുന്ന അങ്ങനെയല്ലേ? നേർച്ചയായിട്ട് എന്തെങ്കിലും ചെയ്യാം, തെറ്റില്ല കേട്ടോ. നേർച്ചയായിട്ട് എന്തെങ്കിലും ചെയ്യാം, സഭയ്ക്ക് ചെയ്യാം, കർത്താവെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിച്ചാൽ ഞാൻ ഇന്നുപോലെ ചെയ്യാം. ഒരു സാധാരണ വിശ്വാസവും ഞാൻ പറയും, വളരെ സാധാരണമായ ഏറ്റവും താഴത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരു വിശ്വാസവും ഞാൻ പറയും. അതിനെ ഇത്രയും തരാൻ കർത്താവെ എന്നെ അനുഗ്രഹിക്കണേ. ഒരു സാധാരണ ഏറ്റവും താഴെത്തട്ടിലുള്ള ദൈവം അവരെ സ്നേഹിക്കുന്നു ഇല്ലെന്ന് പറയില്ല, പക്ഷെ വിശ്വാസത്തിന്റെ ഉയർന്ന തല ഒന്നുമല്ല. കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കും, എന്നെ അറിയുന്ന ദൈവമേ, നീ എന്ത് ചെയ്താലും അങ്ങ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന് എനിക്കറിയാം. മക്കളുണ്ടോ ഇല്ലേ എന്നുള്ള എൻ്റെ വിഷയമല്ല, നീ അറിയാതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. സിമ്പിൾ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചൊരു സ്ത്രീ. അതുകൊണ്ട് കർത്താവ് എന്നെ ഡയറക്റ്റ് ഇറങ്ങുന്നു. മനസ്സിലായോ? കർത്താവ് ഡയറക്റ്റ് ഇറങ്ങാണ്. ഇനി വിളിച്ചില്ല കർത്താവ്, എനിക്ക് കുട്ടിത്താന്ന് പറഞ്ഞില്ല,
മറിച്ച് അവള് കാണിച്ച ദൈവസ്നേഹത്തിന്റെ പ്രതിഫലമായി കർത്താവ് തന്നെ ഇറങ്ങി വന്നിട്ട് നിനക്ക് എന്ത് വേണം? ഒന്നുമില്ല, കുഴപ്പമില്ല, സന്തോഷമാണ്. എന്നാ പിന്നെ ഇതാ നിനക്കൊരു കുഞ്ഞിനെ തരുന്നു. ഇതാണ് വിശ്വാസത്തിന്റെ തലമെന്ന്. കർത്താവിനെ അനുസരിക്കാനും ആരാധിക്കാനും കർത്താവ് പറയും പോലെ നടക്കാനും ഒക്കെ ജസ്റ്റ് മനസ്സുണ്ടോ, ബാക്കിയെല്ലാം കർത്താവ് നടത്തും. അത് ഞാൻ പറഞ്ഞു വന്നത്, കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിന്റെ A to Z ദൈവം റൂട്ട് മാപ്പ് വരച്ച് നിന്നെ നടത്തും. സിമ്പിളാണ് ക്രിസ്ത്യാനിറ്റി, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, ലഘുവാണ്, മൃദുവാണ്. നമ്മൾ അതിനെ റിജിഡാക്കി വെച്ചേക്കാം. ചുമ്മാ അനാവശ്യമായിട്ട് സിമ്പിളായിട്ട് നടക്കുക, ദൈവത്തിന്റെ കൂടെ നടക്കും, ചുമ്മാ നടക്കും. കർത്താവിൻ്റെ കൂടെ നടക്കണം കേട്ടോ, അല്ല വല്ലവരെയും കൂടെ നടക്കല്ല. അവിടെ കൂടെ നടന്നാൽ കുറെ കിട്ടും, ഇവിടെ കൂടെ നടന്നാൽ കുറെ കിട്ടും, അവിടെ ചാഞ്ഞ് നിന്നാൽ കുറെ കിട്ടും. കർത്താവിന്റെ കൂടെ നടന്നാൽ കിട്ടും ഫുൾ ടൈം, കർത്താവിന്റെ കൂടെ. അതാണ് ശരി, അതാണ് അവൾ പറഞ്ഞത്. കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ അവളൊന്നും ചോദിക്കാതെ കുഞ്ഞ് കൃത്യമായിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടും. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് മരണപ്പെടും. കുഞ്ഞ് മരിച്ചുപോയ സമയത്ത് ഇവൾ ഓടിച്ചത് പ്രവാചകനോട് പറയുന്നു, നീ പറഞ്ഞൊക്കെയാണ് കുഞ്ഞിനെ എനിക്ക് കിട്ടിയത്, ആ കുഞ്ഞ് മരിച്ചിരിക്കണോ, അല്ലെങ്കിൽ സങ്കടമാണ്. പ്രവാചകൻ വരുന്നു, ഈ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, കുഞ്ഞ് വീണ്ടും ജീവിക്കുന്നു. സന്തോഷമാണ് ആ കുടുംബം. നമ്മൾ ആ കഥയിലോട്ട് പോകുന്നില്ല. ഇത് അവരുടെ ലൈഫിൽ സംഭവിച്ച മുൻകാല അനുഭവമാണ്. അതിനുശേഷമാണ് ഈ സംഭവം, ഞാൻ ഈ പറഞ്ഞു വന്ന സംഭവം. അവിടെ വെച്ചിട്ടാണ് ക്ഷാമമാണ് നീ പോകാൻ പറഞ്ഞത്. പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ദൈവം നിങ്ങളെ നടത്തുന്ന സ്ഥലങ്ങൾ എല്ലാം 100% നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പെർഫെക്റ്റ് ആകണമെന്നില്ല. അതായത് ഇവളെടുത്ത് പറയുന്നു, നീ പൊക്കോന്ന് പറഞ്ഞു, എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞു. അതിലെ തന്നെ ഒരു പെർഫെക്ഷൻ ഇല്ല. പോകാൻ പറഞ്ഞൊക്കെ ശരി തന്നെ, എവിടെ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ കൺഫ്യൂസ്ഡാണ്, എവിടെ പോകാൻ ആകെ ടെൻഷനാണ്. അപ്പൊ പിന്നെ പോകണ്ട, എവിടെ ഒന്നും ഒരു പിടിയില്ലല്ലോ. എന്നാ പിന്നെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വചനം കേട്ടു, ആ കേൾക്കണ സമയത്ത് ഒരു ആവേശം വരും. വെളിയിറങ്ങി ആരുടെ ഇനി പകയോ പിണക്കോ ഒന്നും വേണ്ടെന്നൊക്കെ പറയാൻ പോണത്. അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും വന്ന് 2 ചീത്ത വിളിക്കുന്നു. അങ്ങനെ ആ പ്രസംഗമൊക്കെ കേട്ടൊക്കെ ശരി തന്നെ, നമ്മൾ വീണ്ടും റിയാക്ട് ചെയ്യും. പെട്ടെന്ന് ആ സാധനം കൈവിടും. നമ്മൾ ലോകത്തിലേക്ക്, ജഡത്തിലേക്ക് വീണു. ആ നിമിഷം കേട്ടതും ചിന്തിച്ചതും ഓർമ്മിച്ചതും നമ്മൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചതും ഒക്കെ പോയി. അടുത്ത നിമിഷത്തെ പരീക്ഷയിൽ അത് അപ്രത്യക്ഷമായി. ലോകത്തിന്റെ ജഡത്തിന്റെ പരീക്ഷയ്ക്കകത്ത് വീണുപോയി. ഇതാ മനുഷ്യൻ. അത് മനസ്സിലായി. ഇവളിത് പറഞ്ഞു, നീ പോന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പോകാം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ഇരുന്ന് അവൾ ആലോചിച്ചു, എവിടെ പോകും, നടക്കൂല. വീണ്ടും തിരിഞ്ഞ് ലോകത്തിലേക്ക് പോകും. ഈ ഒരു ടെൻഡൻസി എപ്പോഴും ശ്രദ്ധിച്ചോ. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. നീ ഇന്നതുപോലെ ചെയ്യണം, നീ ഇന്നതുപോലെ സംസാരിക്കണം, ഇന്നതുപോലെ പെരുമാറണം, നീ പ്രാർത്ഥിക്കണം ഒക്കെ നമ്മൾ ചിലപ്പോൾ താല്പര്യം കാണിക്കും. പക്ഷെ അടുത്ത് ലോകത്തിൻ്റെതായ പ്രലോഭനം നിന്നെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പിശാച് എപ്പോഴും അങ്ങനെ കാണും, ഉടൻ തന്നെ മനസ്സ് മാറും. ഇതാണ് നോർമലി പലവർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നം. ഇപ്പം ഈ സ്ത്രീക്ക് അതേ പോയിന്റ് വരുന്നു, എവിടെ പോകണമെന്ന് പറഞ്ഞൂടാ. അത് കഴിഞ്ഞ് ശരി അവൾ പോയി. അവൾ നടന്നിരുന്ന അപ്പുറത്ത് പോയത് പാലസ്തീനിലോട്ട് പോയി. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഭാഷയില്ല, അവർക്ക് പരിചിതരായ ആൾക്കാരില്ല, അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളോ സംവിധാനമോ ഒന്നും തന്നെ അവിടെ ഇല്ല. ഇവിടെ നല്ല വീട്, നല്ല ഭൂമി, ഇഷ്ടം പോലെ സമ്പത്ത്, സൂപ്പർ ജീവിതമായിരുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവൾ പോകുന്നത്. എല്ലാം ഉപേക്ഷിച്ചിട്ട്, ഉള്ളത് അത്ര ഉപേക്ഷിച്ചിട്ട് അവൾ പോവുകയാണ്. അപ്പൊ ആ ഉണ്ടാകുന്ന മാനസിക സംഘർഷം അല്ലെ, ലോകത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കാനുണ്ടാകുന്ന ടെൻഡൻസികൾ, ഒത്തിരി കാര്യങ്ങൾ അവക്കുണ്ട്. ഈ എല്ലാ ക്രൈസിസിന്റെ മധ്യത്തിൽ ആരുമില്ലാത്തൊരു ദേശത്ത് അന്യജാതി അന്യമതസ്ഥരുടെ ഒരു പക്ഷേ അവരിവളെ വെറുതേക്കാം. ചില സന്ദർഭങ്ങൾ ആ കുടുംബത്തെ അവർ അംഗീകരിക്കാതിരുന്നിരിക്കാം, ചിലപ്പോൾ എതിർത്തിരിക്കാം, ചിലപ്പോൾ അവർക്ക് സ്ഥലം കൊടുക്കാതിരിക്കാം, അവർ കൃഷി ചെയ്യുന്ന സമയത്ത് പ്രതികൂലം ഉണ്ടായിരിക്കാം. 7 വർഷമാണ് ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കുക പ്രതികൂലമാണ്. ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം നിങ്ങളെ ഒരു കാര്യമേൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഉപദേശം തന്നിട്ട് നിങ്ങൾ നടക്കുമ്പോൾ അത് 100% നിങ്ങൾ പറയുന്നത് പോലെ ഭയങ്കര സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത് മനസ്സിനകത്തിരിക്കണം. അല്ലെങ്കിൽ അയ്യോ കർത്താവേ, ഞാൻ അങ്ങനെ അനുസരിച്ച് അങ്ങനെ പുറകെ നടന്നപ്പോൾ എല്ലാം പ്രശ്നമാണല്ലോ, ഞാൻ ബൈബിൾ അനുസരിക്കാൻ തുടങ്ങിയത് മുതൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഞാൻ വചനം അനുസരിച്ച് മുമ്പിലേക്ക് നടന്നു, പ്രവർത്തിച്ചു, ചിന്തിച്ചു, ആരോടും പകയില്ല, പിണക്കില്ലാതായപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ മണ്ടയ്ക്ക് വന്ന് കയറുന്നു. ആ ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ ഒരു പരീക്ഷ വരും. ആ ടെസ്റ്റിനെ അതിജീവിച്ചവന് മാത്രമേ കണക്ഷൻ ക്ലിയർ ആവൂ ദൈവമായിട്ട്. യേശുക്രിസ്തു സുവിശേഷം ആരംഭിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തി, പരിശുദ്ധാത്മാവ് നടത്തി. പോ, ടെസ്റ്റ് പാസ്സായിട്ട് അവിടെ പരീക്ഷകനെ അതിജീവിച്ചു, ജയിച്ചു. ഈ ഒരു ടെസ്റ്റ് നമ്മുടെ ലൈഫിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും. അനുസരിക്കുന്നവർക്ക് ടെസ്റ്റ് കാണും, അതിന് ജയിക്കണം. ജയിച്ച് ഓരോ ക്ലാസ് ഇങ്ങനെ ജയിച്ച് വരുന്നത് പോലെ ടെസ്റ്റുകൾ ജയിച്ച് മുമ്പിലേക്ക് കയറുന്ന വ്യക്തികൾ ഉറപ്പാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യം അനുഭവിക്കും. അപ്പൊ അങ്ങനെ ഈ സ്ത്രീ അവിടെ ചെന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അവള് അവിടെ പറഞ്ഞതുപോലെ 7 വർഷം അവിടെ തന്നെ താമസിക്കും. ഇതിനൊരു മനസ്സ്, അനുസരിക്കാനുള്ള ഒരു മനസ്സ്. ഞാനിന്നിവിടെ നിൽക്കുന്ന സമയത്ത്
എൻ്റെ ഈ കഴിഞ്ഞ 2 വർഷത്തെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ ഇതുപോലൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ വലിയ വിശ്വാസിയൊന്നുമില്ല, എങ്കിലും ഞാൻ പറയും ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി ഞാൻ പറയാം. ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സഭയിൽ 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല, 3 വർഷം പൂർത്തിയാക്കി. 3 വർഷം ആകുമ്പോൾ എനിക്ക് പഠിക്കാൻ പോകും ഒരു താല്പര്യമില്ല. കാരണം ഒന്ന് നല്ല തിരക്കാണ്, കൺവെൻഷൻസിൻ്റെ ഒരു തിരക്ക് നന്നായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു താല്പര്യമില്ല, ഇനി പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ശുശ്രൂഷ നടക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനും ഇനി പഠിച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊരു ചിന്താഗതിയിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് വ്യക്തമായൊരു ദൂത് തരുന്നു, പഠിക്കാൻ പോകണമെന്ന് ദൂത് തരുന്നു. അപ്പം ഞാനിങ്ങനെ വീണ്ടും ഇതിനെ തിരിച്ചാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. എനിക്ക് താല്പര്യം, എൻ്റെ ശുശ്രൂഷ മേഖല വീണ്ടും തടസ്സപ്പെടും, വീണ്ടും 2 വർഷം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ആത്മീക മണ്ഡലത്തിൽ ഞാൻ വീണ്ടും ഒരു പഠന മേഖലയിലേക്ക് മാറുമ്പോൾ അതിന് എനിക്കൊരു താല്പര്യം. പക്ഷെ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തരുന്ന പ്രേരണ പഠിക്കാൻ പോകണം എന്നുള്ളൊരു പ്രേരണ തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അനുസരിക്കാൻ തയ്യാറാക്കിയിട്ട് എൻ്റെ മനസ്സിലൊരു തീരുമാനം ഞാൻ എടുത്തു, കോട്ടയത്തുള്ള സെമിനാരിയിൽ പോയി പഠിക്കാം. കാരണം അപ്പോഴും ഇവിടെ കണ്ണുമൂല താമസിച്ചിട്ട് ഇവിടുത്തെ കൺവെൻഷന് ശുശ്രൂഷ എല്ലാം നടക്കും. ശുശ്രൂഷ വിട്ട് മാറാൻ എനിക്ക് ആഗ്രഹമില്ല, കാരണം ഞാൻ അങ്ങനെ എൻഗേജ്ഡാണ് ശുശ്രൂഷയ്ക്കകത്ത്. അത് വിട്ട് എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അത് വിടണ്ടല്ലോ, അപ്പോൾ പഠനവും നടക്കും ഇതും നടക്കും എന്ന് ചിന്തിച്ചിട്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ കോട്ടയത്തുള്ള കോളേജ് FRC കോളേജിൻ്റെ ഫോമെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കറക്റ്റ് സമയത്തിട്ടു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും പ്രേരണ തരുന്നത്, നീ ശുശ്രൂഷ ചെയ്യണ്ട, വിട്ട് എനിക്ക് ദൂതൻ, ഞാൻ നിന്നെ ഗുഹരങ്ങൾക്കകത്ത് പാർപ്പിക്കുന്നതാണ്, ഗുഹയ്ക്കകത്ത് ഞാൻ നിന്നെ അടയ്ക്കും, അവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇവിടെ നിൽക്കണമെന്നോ ഇവിടുന്ന് ശുശ്രൂഷ ചെയ്യണമെന്നോ ഇവിടെ ആരാധന നടത്തിക്കൊണ്ട് നടക്കാനോ ദൈവത്തിന് ഇഷ്ടമില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഭാരമാണ്. കാരണം എൻ്റെ ടച്ച് പോയാൽ എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു. പലരുടെ അടുത്ത് പറയാറുണ്ട്, അച്ഛാ അത് മിനിസ്ട്രി വിട്ട് പോകരുതെന്ന് പലരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മാറുന്നു എന്നുള്ള ദൂതാണ്. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ BD പഠിച്ച കോളേജാണ്, ബാംഗ്ലൂരാണ്. കാരണം എനിക്ക് വലിയ സന്തോഷമാണ്, 4 വർഷത്തെ പഠനം എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ശരി, ഞാൻ എനിക്ക് അങ്ങോട്ട് പോകാൻ കർത്താവേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടുത്തെ ഓൺലൈനിൽ അതിൻ്റെ ഫോം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ഡേറ്റ് കഴിഞ്ഞു. അവിടെ ആപ്ലിക്കേഷൻ ഇടാനുണ്ട്, ഡേറ്റ് കഴിഞ്ഞു. പക്ഷേ ഫൈനോടുകൂടി ഒരു ദിവസം കൂടെ ഉണ്ട്, ഫൈൻ ഒരു ദിവസം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അങ്ങെത്തില്ല. അന്ന് രാത്രി ഒരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈ ഫോം എടുത്ത് ഫില്ല് ചെയ്ത് ഞാൻ പോയി നേരിട്ട് കൊണ്ട് കൊടുത്തു, ഫൈനോടുകൂടി കൊടുത്തു. എൻട്രൻസ് നടത്തി, അഡ്മിഷൻ എനിക്ക് കിട്ടി, എക്സാമിന് അഡ്മിഷൻ എടുത്ത് അടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആ പള്ളിക്കാരുടെ ഞാൻ പറഞ്ഞു, കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെയാണ് അടുത്ത വർഷം ജൂണോടുകൂടി ഞാൻ പോകും. അപ്പം മെയ് ആണല്ലോ ട്രാൻസ്ഫർ വരുന്നത്, അപ്പോൾ ആ ഏപ്രിൽ വരെ ഞാനുള്ളൂ. അപ്പോൾ അവരിൽ പലരും എടുത്ത് പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ടില്ല, 3 വർഷമല്ലേ ആയുള്ളൂ. ഞാൻ എന്തായാലും പഠിക്കാൻ പോകുന്നതുകൊണ്ട് അവർക്കാർക്ക് വിരോധമില്ല, സന്തോഷം. അങ്ങനെ ആ വർഷം ഞാൻ എൻട്രൻസ് എഴുതുന്ന ശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ആ സമയത്ത് എല്ലാം ക്ലിയർ ആവുന്നു, വീണ്ടും പോകാനുള്ള ഒരുക്കങ്ങളാവുന്നു. ജനുവരി മാസമായി, ഏപ്രിൽ വരെ ഉള്ളൂ, ഫെബ്രുവരി മാസം. അപ്പം പള്ളിയിലൊക്കെ ആരാധന നടക്കുന്നു. അത് ഈ നോമ്പ് ആരാധന തുടങ്ങി. ഞാൻ 45 ദിവസം ആരാധന ഇവിടെ നടത്തിയതുപോലെ തന്നെ അവിടെയും 45 ദിവസത്തെ ആരാധന നടക്കുന്നു. ഈ 45 ദിവസത്തെ ആരാധന ഇടയിൽ വെച്ചാണ് കോവിഡ് വന്നത്. അപ്പോഴാണ് ഗവൺമെൻറ് പറഞ്ഞത് എല്ലാം അടയ്ക്കണം, പള്ളി അടയ്ക്കണം. അപ്പം ഞങ്ങളും സ്റ്റോപ്പ് ചെയ്തു. ഈ 45 ദിവസത്തെ എത്ര ദിവസം പോയി എനിക്കല്ല, 10-15 ദിവസം എന്തോ ആരാധന നടത്തി. അത് കഴിഞ്ഞാൽ എല്ലാം ഓൺലൈനായി. ഞാൻ ഓൺലൈനിൽ എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്. അവർ കുറേ പേര് വീട്ടിലൊക്കെ ഇരുന്ന് കേൾക്കാറുണ്ട്. നിന്നു. അപ്പോൾ മെയ്യിൽ തീർന്നു, ഏപ്രിൽ അവിടെ ക്ലോസ് ആയി. അത് കഴിഞ്ഞ് ഒരു വർഷം കൂടെ, ഒരു മാസം കൂടെ ഡയസിസ് എക്സ്റ്റെൻഡ് ചെയ്തു. മെയ് ആയി, കോളേജിൽ പോകേണ്ട സമയമായി. അപ്പോൾ കോളേജിൽ നിന്ന് വിളിച്ചു പറയുന്നു, പോണ്ട, അങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് വരരുത്, ഒറ്റ എണ്ണം, പ്രത്യേകിച്ച് കേരളത്തിൽ. കോളേജ് അടച്ചു. അപ്പോൾ ഞാനിവിടെ പോകും, പള്ളിയില്ല, പള്ളി തീർന്നു. അവൻ പള്ളിക്കാരെങ്കിൽ സെൻഡ് ആകും, പിന്നല്ലാതെ. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഓൺലൈൻ പഠനം 2 വർഷം. അതിനിടയിൽ അനേകം ഓൺലൈൻ ശുശ്രൂഷകൾ ഞാൻ ചെയ്തു. എപ്പോഴെല്ലാം ഇടയ്ക്കിടയ്ക്ക് പള്ളി തുറക്കും അന്നെല്ലാം കൺവെൻഷൻ കാണും. ഇവിടെ ഞാൻ ചെയ്തു, പ്രസംഗിച്ചു, ശുശ്രൂഷകൾ നടത്തി. ഒരു കുറവും വന്നിട്ടില്ല. നടത്താൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം ശുശ്രൂഷകൾ നടന്നു. അതിനോടൊപ്പം എൻ്റെ പഠനം ഇങ്ങനെ നടന്നുപോയി 2 വർഷം. അതിലെല്ലാം അത്ഭുതകരമായി സംഭവിച്ചത്, എൻ്റെ പിതാവ് കിടപ്പായി, സ്ട്രോക്ക് വന്നിട്ട് കിടരോഗിയായി. അപ്പോൾ ഞാൻ പള്ളിയിരിക്കുകയാണ്. ഞാൻ പള്ളിയിൽ നിന്ന് ഒന്നിടവിട്ട് അങ്ങ് പോകും, വീട്ടിൽ പോകും, തിരിച്ചു വരും. ഭയങ്കര ഓട്ടമാണ്. ആകപ്പാടെ ഞാൻ ടയേർഡായി, എനിക്ക് നടുവേദനയായി, വലിയ പ്രശ്നങ്ങളൊക്കെ, വലിയ വിഷമമൊക്കെ ആയിരുന്നു. എൻ്റെ പള്ളി ഞാൻ വീട്ടിൽ പോകും, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുന്നു. 2 വർഷക്കാലം എൻ്റെ ഭവനത്തിനകത്ത് കിടരോഗിയായ എൻ്റെ അപ്പനെ ശുശ്രൂഷിക്കാൻ ദൈവം ഒരു കർമ്മം അവിടെ ഒരുക്കി. ഞാൻ അവിടെ നിന്നു 2 വർഷത്തെ പഠനം പൂർത്തിയാക്കി, അപ്പനെ ശുശ്രൂഷിച്ചു. ഈ വർഷം ജനുവരിയിൽ അപ്പൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അനുഗ്രഹം എന്ന് ഞാൻ പറയും.
ഒരാൾക്കത് ചെയ്ത് പൂർത്തിയാക്കാൻ ദൈവം അവസരം ഒരുക്കാന്നൊക്കെ പറഞ്ഞ മഹാത്ഭുതമാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഗുഹരങ്ങളിൽ അടയ്ക്കും, ഗുഹയ്ക്കകത്ത് പൂട്ടും. ലോകം മുഴുവൻ പൂട്ടി. ദൂത് അതായിരുന്നു, പൂട്ടും, അകത്ത് കിടക്കും. ശുശ്രൂഷയ്ക്ക് ഇറങ്ങണ്ട ഈ കാലഘട്ടത്തിൽ പോകും. ആരറിഞ്ഞു? നമ്മളെല്ലാം അറിഞ്ഞതല്ലേ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്? ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷെ അന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം അടുത്ത ദിവസം വരാൻ പോകുന്നത്. എൻ്റെ മകനായ നിന്നോട് ഞാൻ പറഞ്ഞാൽ നീ പൊക്കോ, നിൽക്കരുത്, വേസ്റ്റ് ആവും, ടൈം വേസ്റ്റ്, കളയല്ലേ, പോ, നിന്റെ കാര്യം നോക്ക്. കോവിഡിന് 2 വർഷം കൊണ്ടാണ് ഞാൻ എൻ്റെ MTH പഠനം പൂർത്തിയാക്കി. ഒരു നഷ്ടവും എൻ്റെ ശുശ്രൂഷ മേഖലയിലോ എൻ്റെ കുടുംബത്തിനകത്തോ ദൈവം വരുത്തിയിട്ടില്ല. നേട്ടമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ദൂത് തന്ന് എന്നെ അയച്ചു. അതാ ഞാൻ പറഞ്ഞെടുത്ത പോയിന്റ്. അല്ലാതെ ആ ഒരു സംഭവം ഞാൻ പറയാൻ ശ്രമിച്ചതല്ല. ദൂത് തന്ന് എന്നെ തള്ളിവിട്ടതാണ്. ഈ കഴിഞ്ഞ ഒരു 2-3 മാസം മാത്രമാണ്. അത് എൻ്റെ പപ്പയുടെ മരണശേഷമാണ് ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. അപ്പോഴേ കോവിഡ് ശേഷം ഒരു വിധം ഒതുങ്ങിയിട്ട് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. പപ്പയുടെ മരണശേഷമാണ് പോകുന്നത്. ചെല്ലുന്നത് എൻ്റെ തീസിസ് വർക്ക് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ പോകുന്നു. അവിടെ ഇരുന്ന് തീസിസ് വർക്ക് പൂർത്തിയാക്കി ഞാൻ സബ്മിറ്റ് ചെയ്തു. ഇന്നലെ ഞാൻ പോരുമായിരുന്നു. ഇന്ന് മുതൽ വീണ്ടും ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും ദൈവം അറിയാതെ ഒരില അനങ്ങില്ല എനിക്ക് നിനക്ക് എതിരെ. സത്യമായി നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ വ്യക്തമായ മുന്നറിയിപ്പോടുകൂടി കർത്താവ് നിന്നെ നടത്തും. മനസ്സിലായോ? ഇത് വിശ്വസിക്കും. ഇഷ്ടംപോലെ അനുഭവം, അനേകം ആൾക്കാരുടെ അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഞാനിത് ലേറ്റസ്റ്റ് ആയാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ. അനേകം ആൾക്കാരുടെ അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റും. പലരുടെയും ദൂതുകൾ കൃത്യമായിട്ട് ദൈവത്തെ അനുസരിച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കും. ആ വ്യക്തിയുടെ ലൈഫിൻ്റെ A to Z ദൈവം വരയ്ക്കുന്നത് പോലെ നടക്കും. അതിന് നിന്നെ ആരെങ്കിലും തള്ളിയാലും, നിന്നെ ദുഷിച്ചാലും, പരിഹസിച്ചാലും, നിന്ദിച്ചാലും ദൈവം അറിയാതെ ഒരുത്തൻ്റെ നാവ് അനങ്ങില്ല. അത്ര അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നീ അറിയാതെ സംഭവിക്കില്ലെന്ന്. ഒരാൾ നിങ്ങളെ അടിച്ചാലോ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വലത്ത് ചേർത്ത് അടിച്ചെങ്കിൽ നീ ഇടത്തോടൊന്ന് കാണിച്ചു. ഞാൻ അറിഞ്ഞിട്ട് തന്നെ അടിക്കാൻ ഞാൻ പറഞ്ഞതാന്ന് കേട്ടോ. അങ്ങനെ കളക്ട് ചെയ്യാം. അടിക്കാൻ ഞാൻ പറഞ്ഞതാ, നിന്നെ ചീത്ത വിളിക്കാൻ ഞാൻ പറഞ്ഞതാണ്. അവൻ എൻ്റെ ചീത്ത വിളി എങ്കിലും അവൻ നന്നാവും, കൊടുത്തോ. മനസ്സിലായോ? നമ്മൾ അവനെ നന്നാക്കാൻ നടക്കുന്നു. അവൻ എന്നെ ചീത്ത വിളിക്കും, നീ അവിടെ എന്നെ ചീത്ത വിളിക്കുക. നമ്മൾ അവനെ നന്നാക്കാൻ നടക്കുന്നു. നിങ്ങൾ തിരിച്ച് ചിന്തിക്കണം. നിന്നെ നന്നാക്കാൻ കർത്താവ് അവനെ പറഞ്ഞതാ. മനസ്സിലായോ? അങ്ങനെ വേണം ചിന്തിക്കാൻ. എന്നെ ശരിയാക്കാൻ കർത്താവ് എനിക്കെതിരെ ഒരാളെ വിട്ടു. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും കാണും, എന്നെ ഒരാൾ വിമർശിച്ചാലും ഞാൻ കർത്താവ് നീയാണ് ആ വിമർശനം എനിക്ക് തന്നത്, നീയാണ് എനിക്ക് ആ വാക്ക് തന്നത്. മനസ്സിലായോ? ഒരു പള്ളിയിൽ ഒരിക്കൽ കൺവെൻഷൻ നടത്തി യുവ സഹോദരൻ എന്നെ വിളിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ പറഞ്ഞത്, അങ്ങനെ വിളിക്കില്ല, ഇവിടെ വന്ന് പുജാജിനെ ഇളകി കളയും. ഇതാണ് മറുപടി. അതുകൊണ്ട് അയാൾ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കെതിരെ വരും. ഇപ്പോൾ ഇതെല്ലാം ദൈവം അറിയാതെയല്ല, അറിഞ്ഞിട്ട് ദൈവം ഓരോ വാക്കും, ഓരോ ചെറുതും വലുതുമായ സകല സംഭവങ്ങളും നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ചേർന്ന് നിന്നിട്ടാവണം. ചുമ്മാ തോന്നുന്ന ദിവസം പോലെ നടന്നിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്, കർത്താവ് അറിയാതൊന്നും സംഭവിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ അത് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് നീ പറയാൻ പറ്റില്ല. പിന്നെ ദൈവം നിങ്ങളെ മോൾഡ് ചെയ്യുമായി. വ്യക്തമായിട്ട് മനസ്സിലാക്കണേ, കർത്താവ് അറിയാതെ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അത് ദൈവം നിങ്ങളെ നടത്താനും വഴി നടത്താനും കാരണമായി എല്ലാ ശോധനകളും, കഷ്ടതകൾ, രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ ഒന്നുകൂടി നോക്കണം. ഒറ്റ കാര്യം ചെയ്യും. നിങ്ങൾ ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, കർത്താവ് നിന്നെ അനുസരിച്ച് എൻ്റെ വീട്ടിൽ നീ വരണം, എൻ്റെ മുറിക്കകത്ത് നീ വസിക്കണം, എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കണം. എൻ്റെ വാക്ക്, പെരുമാറ്റങ്ങൾ, ചിന്തയെല്ലാം നിന്റെ വാക്ക് അനുസരിക്കുന്നതായി മാറണം. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥൻ്റെ സമ്മാനമായി. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥൻ്റെ സമ്മാനമായി. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാൽ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാൽ. എൻ ജീവിതത്തിലെ സകല കാര്യങ്ങളും, അത് മഞ്ഞാവട്ടെ, മഴയായിക്കൊള്ളട്ടെ, പൊള്ളുന്ന വെയിലായിക്കൊള്ളട്ടെ, എല്ലാം നാഥൻ്റെ സമ്മാനമാണ്. എൻ ജീവിതത്തിന് നന്നായി വരാനായി നാഥൻ ഒരുക്കുന്നതാണ്. നമ്മളത് ഒരുക്കട്ടെ. കർത്താവ് ഒന്നുകൂടെ വിട്ടുകൊടുക്കുക, നമ്മളെ തന്നെ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ഒരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു. 8-ാം അധ്യായം അതിൻ്റെ
3-ാം വചനത്തിൽ 7 സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫിലിസ്ത്യ ദേശത്ത് നിന്ന് മടങ്ങി വന്നു. പിന്നെ അവൾ തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിപ്പാൻ ചെന്നു. അപ്പോൾ 7 വർഷം കഴിഞ്ഞു. നമ്മൾ ആ സംഭവ കഥയുടെ പകുതി കഴിഞ്ഞു, പകുതിയിൽ ഏകദേശം ക്ലൈമാക്സിലെത്തി. ഇപ്പൊ 7 വർഷം എന്തൊക്കെ സംഭവിച്ചാണോ നമുക്കറിയത്തില്ല. എന്തായാലും ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. 7 വർഷം കഴിഞ്ഞു, ഈ സ്ത്രീ തിരിച്ചു വരുന്നു. 7 വർഷമാണ് കാലാവധി പറഞ്ഞിരുന്നത്. 7 വർഷം കഴിയുമ്പോൾ ക്ഷാമമൊക്കെ അവസാനിക്കുന്നു. പറഞ്ഞതാണ് കർത്താവ് പറഞ്ഞാണ്. കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. ആ ടൈമിൽ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചിരിക്കും. ഒരു മാറ്റവും ഉണ്ടാവില്ല. കറക്റ്റ് 7 വർഷം തീരുന്നു. അവൾ അതുപോലെ തിരിച്ചു വരുന്നു. ഇവിടെ എത്തുമ്പോൾ ക്ഷാമമൊക്കെ തീരുന്നു. കാര്യങ്ങളെല്ലാം ക്രമപ്പെടുന്നു, സന്തോഷമാവുന്നു. രാജ്യമെല്ലാം ഒരുവിധം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങളെല്ലാം ക്രമമായിട്ടുണ്ട്. അപ്പൊ ഇവള് വന്ന് നോക്കി. ഇവള് വന്ന് അവളുടെ സ്ഥലത്തെത്തി. അവളുടെ വീടിരുന്ന അവളുടെ പറമ്പ് നല്ല സമ്പന്നായിരുന്നു. അന്നത്തെ കാലത്ത് സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് പണം, ആ ഒരു കോയിൻസോ നോട്ടോ ഒന്നും ചിന്തിക്കരുത്. അതിനപ്പുറമായിട്ട് ഉള്ള കൃഷി സമ്പത്ത്, മൃഗസമ്പത്തുകൾ, അതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതെല്ലാം വിശാലമായിട്ടുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി, അതെല്ലാം നഷ്ടപ്പെട്ടു. കൃഷിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഒന്നേന്ന് ജീവിതം കെട്ടിപ്പോക്കണം. ദൈവം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നഷ്ടവും വന്നു. ദൈവം പറഞ്ഞിട്ട് തന്നെയാണ് പോയത്, ദൈവത്തെ അനുസരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ വലിയ പ്രതിസന്ധി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, അവിടെ ഭവനമോ അവിടെ പറമ്പോ ഒന്നും അവർക്ക് അവകാശമല്ലാതെ പോയി. അവർക്ക് അവകാശം, അതായത് ആരോ അവിടെ ചേക്കേറി, ആ സ്ഥലം ആരോ കയറി. 7 വർഷമായില്ലേ, ഇന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ ആരോ അവിടെ കയറി താമസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടിട്ട് അവർ മാറിക്കൊടുക്കുന്നില്ല. അവരുടെ അയൽവക്കത്താരൊക്കെ അവിടെ ഉണ്ടോ, ഇനി അവരൊക്കെ ക്ഷാമത്തിൽ മരിച്ചോ ഒന്നും നമുക്കറിയില്ല. എന്തായിരുന്നാലും ഇവൾക്ക് അവകാശമായിട്ട് ഉണ്ടായിരുന്നത് അവളുടെ കയ്യിൽ നിന്ന് പോയി, നഷ്ടപ്പെട്ടു. ഒരു വലിയ നഷ്ടം, ഒരു ബാധ്യത അവളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഇനി താമസിക്കാൻ സ്വന്തം സ്ഥലം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഭാരം അവളുടെ ഉള്ളിലുണ്ട്. സ്വന്തം സ്ഥലം ദൈവത്തെ അനുസരിച്ചിട്ട് പോയതാ. ഒരു നിമിഷത്തിൽ അവളുടെ മനസ്സിനകത്ത് ഈ ഒരു ഭാരമുണ്ട്. കർത്താവെ, നിന്നെ അനുസരിച്ച് ഞാൻ യാത്ര ചെയ്തു, മടങ്ങി വന്നപ്പോൾ എനിക്ക് നഷ്ടമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന് അത് സംഭവിക്കാം. കർത്താവെ, നിന്നെ അനുസരിച്ചാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. നിന്നെ വാക്ക് കേട്ടിട്ടാണ് ഞാനിത് സഹിച്ചത്. വചനമനുസരിച്ചിട്ടാണ് ഞാൻ പൊറുത്തത്. വചനമനുസരിച്ചിട്ടാണ് ഞാൻ പലതും വേണ്ടാന്ന് വെച്ചത്. എനിക്കാകാമായിരുന്നു ഇങ്ങനെയൊക്കെ, എനിക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ നിന്നെ ഓർത്ത്, നിന്റെ വചനം അനുസരിച്ചിട്ടാണ് കർത്താവ് ഞാൻ ഇങ്ങനെ സഹിച്ചും പൊറുത്തും ഇങ്ങനെ അനുഭവിച്ചൊക്കെ പോണത്. നിന്നെ അനുസരിച്ച്. പക്ഷെ എനിക്ക് ശോധനയാണ്, ഈ വാക്ക് പറയാറില്ലേ, അത് അവക്കുണ്ടാവും. ഇതേ സീൻ അനുസരിച്ചൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സകല നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ അവസ്ഥയായി അവൾ ഭാരത്തോടെ നിന്നു. എന്നിട്ട് അവളൊരു തീരുമാനം എടുത്തു. പെട്ടെന്ന് അവളെടുക്കുന്ന തീരുമാനം ഈ ഭൂമിയുടെ അവകാശം രാജാവിനാണ്. അങ്ങനെയാണല്ലോ, ആ ദേശത്തിന്റെ ഭൂമിയുടെ അവകാശം ഗവൺമെന്റിനാണ്, രാജാവിനാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സങ്കടം ഞാൻ പറയേണ്ടത് രാജാവിന്റെ അടുക്കലല്ലേ. അപ്പൊ രാജാവിനോട് പറയാം എന്ന് അവൾ തീരുമാനമെടുക്കുന്നു. ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം പറഞ്ഞവർ ഒന്നുകൂടെ ഓർമ്മിച്ച് പറയുന്നു. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കളുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും ദൈവം ഇങ്ങനെ റൂട്ട് വരച്ചാണ് വിടുന്നത്. നിന്റെ മനസ്സിനകത്ത് ദൈവം തന്റെ ആത്മാവിലൂടെ സംസാരിക്കുകയും തോന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ചെയ്യും. ആത്മാവുള്ളവരോടാണ് സംസാരിക്കുന്നത്, ആത്മാവുള്ളവരെ പറ്റിയാണ് പറയുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ പറ്റി. ചുമ്മാ തോന്നും പോലെ നടന്നിട്ട് എനിക്ക് തോന്നിയത് ദൈവമാണെന്നും വിചാരിക്കരുത്, അബദ്ധമാണ്. അങ്ങനെ ഇഷ്ടം പോലെ അബദ്ധത്തിൽ വീണ ആൾക്കാരുണ്ട്. അങ്ങനെ ചെന്ന് വിഡ്ഢികളാവരുത്. ഇത്രയും ദൈവസന്നിധിയിൽ ഇരുന്ന് സമർപ്പിച്ച് ദൂതെടുത്ത് ദൈവം സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം നമ്മൾ അനുഭവിക്കണം. നമ്മൾ ആ ക്രമത്തിൽ എത്തണം. എത്തിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഇല്ലാത്തവരെ എത്തണം. ഒക്കെ എന്തായിരുന്നാലും ഈ സ്ത്രീയുടെ മനസ്സിനകത്തൊരു ബോധ്യം, അത് ശരിയായ ബോധ്യമാണ്. ശരി, ദൈവം തരുന്ന എല്ലാം ശരിയായിരിക്കും കേട്ടോ, വളഞ്ഞ വഴിയൊന്നും കാണില്ല, ഡയറക്റ്റ് ആയിരിക്കും. അപ്പൊ അവളുടെ ഉള്ളിലൊരു തോന്നലുണ്ട്, രാജാവിൻ്റെ അടുക്ക് പോവാം. രാജാവാണല്ലോ ഭൂമിയുടെ ഉടമസ്ഥാവകാശം, രാജാവിനോട് പോയി പറയാം. ഇനി ശ്രദ്ധിക്കണം ഒരു കാര്യം, അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീക്ക് പബ്ലിക്കായിട്ട് ഒരു അവകാശമില്ല. വീടിനകത്താണ്, പബ്ലിക്കായിട്ട് പുറത്തിറങ്ങി ഒരു രാജാവിനോട് പോയി സംസാരിക്കും ഒരു കാരണവശാലും അനുവാദമില്ല. സ്ത്രീക്ക് അന്ന് ആ രീതിയിലുള്ള സ്വാതന്ത്ര്യമോ ആ രീതിയിലുള്ള അവകാശങ്ങളോ സിദ്ധിച്ചിരുന്നില്ല, നിഷേധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ സ്ത്രീ രാജകൊട്ടാരത്തിൽ രാജാവിനെ കാണാൻ പോകാനുള്ള ചങ്കൂറ്റം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. മനസ്സിലായോ? ഒരു സാധാരണ സ്ത്രീക്ക് കഴിയില്ല. അപ്പൊ അവിടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അവൾ പോകാനാണ് തയ്യാറാവും. രാജാവിനോട് പോയി സങ്കടം പറയാം. ഇനിയാണ് മനസ്സിലാക്കേണ്ടത്. ഇവള് രാജാവിനോട് പോയി സങ്കടം പറഞ്ഞ് രാജാവ് കേൾക്കുമോ? നോർമലി ചിന്തിച്ചു നോക്കി, ഇവിടെ 7 വർഷമായിട്ട് ഈ ദേശത്ത് ജനം മുഴുവൻ കഷ്ടപ്പെടുകയാണ്. ഈ രാജാവ് ഉൾപ്പെടെ ക്ഷാമം അനുഭവിച്ച് ഇവിടെ കിടന്ന് ദാരിദ്ര്യവും ദുഃഖം അനുഭവിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ഇവിടുന്ന് പോയി ഈ ദേശത്ത് ഇത്രയും കഷ്ടപ്പെട്ട ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി ഈ സ്ത്രീ രാജാവ് എങ്ങനെ പെരുമാറും?
നോർമലി ഒരു മനുഷ്യനായിട്ട് ചിന്തിച്ചാൽ നീ എവിടെ പോയെന്നൊരു ഇത്ര നാൾ നീ സുഖിച്ച് ജീവിച്ചാൽ അങ്ങ് പോയി ജീവിച്ചാൽ മതി, ഇനി ഇങ്ങോട്ട് വരണ്ടെന്നല്ലേ പറയും. നമ്മളാണെങ്കിൽ പോലും അങ്ങനെയല്ലേ പറയും. അതായിരിക്കും പ്രതികരണം. അവളുള്ളിലും ചിന്ത, പക്ഷെ അവളും പ്രതീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരണം. അങ്ങനെ ആകണം, അതാണ് 100%. അത് തന്നെയാണ് സാധ്യത. ഈ സാധ്യതയുടെ മധ്യത്തിലേക്ക്, അസാധ്യമായതിന്റെ മധ്യത്തിലേക്ക് രാജാവ് മനസ്സലിയാൻ ഒരു സാധ്യതയില്ലാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ സ്ത്രീയുടെ മനസ്സിനകത്തൊരു ചങ്കൂറ്റം കൊടുത്തിട്ട് ഒരിക്കലും ആ സൊസൈറ്റി അംഗീകരിക്കാത്തൊരു പശ്ചാത്തലത്തിലേക്ക് നടന്നു നീങ്ങാൻ സ്വർഗത്തിലെ ദൈവം ആ സ്ത്രീയോട് പറഞ്ഞു, ചെല്ല്, രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലുക, നിന്റെ സങ്കടം അവിടെ പറയുക. ബോൾഡായിട്ട് ആ സ്ത്രീ നടക്കുകയാണ്, രാജാവിന്റെ അടുക്കിലേക്ക് നടക്കും. മനസ്സിലാക്കണം, രാജാവിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ മാനുഷികമായി രാജാവിന്റെ മനസ്സിനകത്തും ഇവൾക്ക് ഇത് തിരികെ കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു മാനസിക അവസ്ഥക്കകത്ത് സ്വർഗത്തിലെ ദൈവം എന്തെങ്കിലും പ്രവർത്തിച്ചാലേ ഇവിടെ നടക്കൂ, എന്തെങ്കിലും പ്രവർത്തിച്ചാലേ ഇവർക്ക് ഇത് കിട്ടൂ. അപ്പൊ ഇവള് മനസ്സിനകത്ത് ഇങ്ങനെ ചിന്ത വരും, രാജാവിന്റെ അടുക്കലേക്ക് പോകാം. ഇവള് രാജാവിന്റെ അടുക്കൽ പോകാനായിട്ട് അവളുടെ ദേശത്ത് സ്റ്റെപ്പ് നമ്പർ 1 വയ്ക്കുമ്പോ ദൈവം തന്റെ ദൂതന്മാരെ രാജകൊട്ടാരത്തിലകത്തേക്ക് അയക്കുന്നു. നിങ്ങൾ ഇതിന്റെ ആ പോയിന്റുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ആ ടൈമിങ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദൈവം അത്ഭുതമാണ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ അത്ഭുതമാണ്. നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഇവിടെ ഈ സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2 നടന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അനുസരണമുള്ള ഒരു പെണ്ണാണ്. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നടന്ന് പലസ്തീനിൽ പോയി ആ സഹനം എടുത്ത് താമസിച്ചൊരു സ്ത്രീയാണ്. പ്രവാചകന്റെ വാക്ക് കേട്ട് സകലം ഉപേക്ഷിച്ച് പോയവളാണ്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ജീവിതം ഹോമിച്ചവളാണ്. സമ്പത്ത് വിട്ടുകൊടുത്താണ്. പ്രവാചകന് വേണ്ടി വീട് വെച്ചു കൊടുത്തവളാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവളാണ്. അവളുടെ ജീവിതത്തിനകത്ത് വന്ന നഷ്ടം ദൈവത്തിന് വരുന്ന നഷ്ടമാണ്. മനസ്സിലായോ? അവളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നഷ്ടവും സ്വർഗത്തിലെ നഷ്ടമാണ്. തിരികെ വരും, അത് വന്നേ പറ്റൂ. ദൈവം അങ്ങനെ ആരെയും വെറുതെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ദൈവം. നിങ്ങൾ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ പോയിട്ടുണ്ടെങ്കിൽ അത് കാരണം വന്ന നഷ്ടം ദൈവം നികത്തിയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും. ഒരു സംശയം വേണ്ട. അവളുടെ ജീവിതത്തിൽ സകലം നഷ്ടപ്പെട്ട് അനാഥയായി തകർന്നവളായിട്ട് അവൾ അവിടെ നടന്നു നീങ്ങുമ്പോൾ തന്നെ സ്വർഗം എഴുന്നേൽക്കുന്നു. ദൂതന്മാർ എഴുന്നേൽക്കുന്നു. സർവശക്തനായ ദൈവം അവൾക്ക് വേണ്ടി ആ കൊട്ടാരത്തിനകത്തേക്ക് ഇറങ്ങി വരുന്നു. ആ സ്പോട്ടിൽ, ആ മൊമെന്റിൽ, ആ മിനിറ്റുകളിൽ ഗേഹസി എന്ന പ്രവാചകന്റെ ശിഷ്യൻ ആ കൊട്ടാരത്തിലെത്തുന്നു. മനസ്സിലായ? ഒരു നാടകം, ദൈവം രചിച്ചൊരു നാടകം. ഡയറക്ഷൻസ് എല്ലാം ദൈവമാണ്. കഥാപാത്രങ്ങൾ ഒരുക്കിയത് ദൈവമാണ്. തിരക്കഥയും സംഭാഷണം ഒരുക്കിയത് ദൈവമാണ്. അതിനകത്ത് നീയോ ഞാനോ അല്ല, മനുഷ്യന്റെ ബുദ്ധിയല്ല, മാനുഷിക പ്രകസനങ്ങളോ പ്രകടനങ്ങളോ അല്ല. സ്വർഗത്തിലെ ദൈവത്തിനാൽ അത്ഭുതകരം. ദൈവമാണ് ഒത്തുവെച്ചത്. ദൈവമാണ് തിരക്കഥയും സംഭാഷണവും എല്ലാം എഴുതിയത്. ദൈവമാണ് വ്യക്തികളുടെ മനസ്സൊരുക്കിയതെല്ലാം ദൈവമാണ്. ദൈവത്തിന്റെ വാക്കാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. മനുഷ്യ നീയും ഞാനും കൂട്ടിയ കൂടില്ലത്, അതിന്റെ 7 അയലോക്കത്ത് വരില്ലത്. രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് ഗേഹസി ചെന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോ, എലീശ പ്രവാചകനെ പറ്റി സംസാരിക്കാൻ പ്രേരണ കിട്ടുമ്പോൾ സംസാരിക്കുമ്പോൾ രാജാവിന്റെ മനസ്സിനകത്ത് സ്വർഗത്തിലെ ദൈവം ഒരു പ്രേരണ കൊടുക്കുന്നു. നീ എലീശയെ പറ്റി ചോദിക്കുക, എലീശ പ്രവാചകനെ പറ്റി ചോദിക്കുക ഗേഹസിയോട്. അപ്പൊ രാജാവ് ചോദിക്കുന്നു, എലീശ പ്രവാചകനെ പറ്റി പറ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞാൽ നീ അദ്ദേഹത്തിന്റെ ശിഷ്യനല്ലേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഇതാണ് സ്വർഗത്തിലെ ദൈവം മനസ്സുകളെ മാറ്റും. നിങ്ങൾ വിശ്വസിക്കണം, മനസ്സുകളെ ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തികൾ, ചില പറയും ചില ഓഫീസുകൾ, ചില സംഭവങ്ങൾ, നീങ്ങാത്ത ഫയലുകൾ, ചിലതൊക്കെ നടക്കാത്ത കാര്യങ്ങൾ, നടക്കാത്ത അഡ്മിഷനുകൾ. സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സ് മാറ്റാനും പേപ്പർ മാറ്റാനും ഒരു നിമിഷം മതിയെന്ന് വേണ്ട. ഒരു നിമിഷം ആ ദൈവം രാജാവിന്റെ ഹൃദയത്തെ ചലിപ്പിക്കാനായിട്ട് ഗേഹസി അവിടെ കൊണ്ടുവരുന്നു. ഗേഹസിയോട് ആവശ്യപ്പെടുന്നു, നീ പറ, ആ പ്രവാചകനെ പറ്റി നീ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സ്ത്രീ, ശൂനേമിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ പ്രവാചകനെ വലിയാട് സ്നേഹിച്ചു. ഒരു വീട് വെച്ചു കൊടുത്തു, ഒരു റൂം ഉണ്ടാക്കി കൊടുത്തു, അവിടെ താമസിപ്പിച്ചിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. മക്കളെ കിട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞു. അത് കിട്ടുന്നു. അത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മകൻ മരിച്ചുപോയ മകനെ ഈ പ്രവാചകൻ വന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അത്ഭുതവാനാണ് ആ പ്രവാചകൻ. അദ്ദേഹം പറയും ആ കഥ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഇങ്ങനെ പറഞ്ഞ് ശൂന്യമിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ മകൻ മരിച്ചിരുന്നു. ആ മകനെ എലീശ പ്രവാചകൻ ചെന്ന് ഉയർപ്പിച്ചു എന്ന് പറയുന്ന ആ സ്പോട്ടിൽ, ആ മൊമെന്റിൽ ഇവൾ അവിടെ കാലുവയ്ക്കുന്നു. ഇത് ടൈമിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ടൈമിംഗ് നിങ്ങൾ ഞാനും വരയ്ക്കുന്ന ടൈമിംഗ് അല്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇബ്രാഹിമിനോട് ദൈവം പറഞ്ഞു, നീ മോനെയും കൊണ്ട് മോറിയ മലയിൽ പോണം. അവിടെ പോയിട്ട്
മോറെ ദേശത്ത് കൊണ്ടുപോയി ആ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. ഈ മോനെ കൊണ്ട് അബ്രഹാം യാത്ര ചെയ്യുന്നു. ഓമനിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന മകനാണ്. അവിടെ ചെന്ന് ആ മോനോട് കാര്യമെല്ലാം പറയുന്നു. കെട്ടി അവിടെ കിടത്തി യാഗപീഠത്തിൽ കിടത്തുന്നു. കത്തിയെടുത്ത് കുത്താനായിട്ട് അല്ലെങ്കിൽ അറുത്ത് ആ രക്തം ആ തൽത്തളത്തിൽ വീഴണം, യാഗമാവുള്ളൂ. അങ്ങനെ കത്തിയെടുത്ത് അറക്കാനായിട്ട് കത്തി ഇങ്ങനെ ഓങ്ങുന്നതിന്റെ ആ സ്പോട്ടിൽ ദൈവം വിളിക്കും, അബ്രഹാമേ, ടൈമിങ് തെറ്റില്ലത്. ഒന്ന് മാറി കത്തി കൊണ്ടേനെ, ഒരു സെക്കൻഡ് വേണ്ട, ആ കത്തി ആ ചെറുക്കന്റെ കഴുത്തി വീഴില്ലേ? പക്ഷെ അബ്രഹാമിന്റെ കൈ വീഴില്ല. അതിനു മുമ്പ് അതിന്റെ ഇടയിൽ ആ മൊമെന്റിൽ നമുക്കതിന്റെ 0.something ആ സ്പോട്ടിൽ ദൈവം പറഞ്ഞു, തൊടരുത്, തൊടരുത്, ബാലന്റെ മേൽ കൈ വയ്ക്കരുത്. ടൈമിങ് തെറ്റില്ല. ആ സ്ത്രീ അവിടെ കാൽ വെക്കുന്നതും ഇദ്ദേഹം ശൂന്യകാരി സ്ത്രീയെ പറ്റി, ആ മകനെ പറ്റി, പ്രവാചകനെ പറ്റി പറയുന്ന ആ നിമിഷത്തിൽ ഇവൾ അവിടെ എൻട്രി ചെയ്യുന്നു. ഉടനെ ഗേഹസി നോക്കുന്ന സമയത്ത് ഈ സ്ത്രീ നിൽക്കുന്നു. ഇതാ ഇവളാണത്. ഉടനെ രാജാവിനോട് പറയും, രാജാവ് ഇതാണ് ആ സ്ത്രീ, ഈ സ്ത്രീയുടെ മകനെയാണ് പ്രവാചകൻ ഉയർപ്പിച്ചത്. രാജാവ് അന്തം വിട്ടുപോയി. ഇതായിരുന്നു അവള്. രാജാവിന് തിരിഞ്ഞും മറിഞ്ഞും ചിന്തിക്കാൻ ഒരു നിമിഷം കൊടുക്കാതെ സ്വർഗത്തിലെ ദൈവം രാജാവിനോട് ഇടപെട്ട ആ നിമിഷത്തിൽ രാജാവ് പറയുന്നു, ഇതാണ് ആ സ്ത്രീ. അവൾ കഴിഞ്ഞ 7 വർഷം അവൾക്ക് കിട്ടാതിരുന്ന ഈ ഭൂമിയുടെ വിളവ് മുഴുവനും കഴിഞ്ഞ 7 വർഷം ഈ ഭൂമിയിൽ എത്ര കിട്ടാമോ അത്രയും സമ്പത്ത് അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു. മാത്രമല്ല അവളുടെ ഭൂമി അവൾക്ക് അവകാശമാക്കി കൊടുക്കാനും പറഞ്ഞു. രാജാവ് ഇരുന്ന് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മാനുഷികമായിട്ടൊന്ന് ചിന്തിച്ച ചില പഴയ ആൾ കൊടുക്കത്തില്ല. അതിനൊരു നിമിഷം ദൈവം കൊടുത്തില്ല. ടൈമിങ്. പ്രിയമുള്ളവരെ, നീ ദൈവത്തിന്റെ മകനോ മകളോ ആണെങ്കിൽ ഒരില ഇണങ്ങില്ല, ദൈവം അറിയാം നിന്റെ ലൈഫിൽ. നീ ഒരിടത്ത് കാൽ വെക്കുന്നുവെങ്കിൽ ദൈവം അറിഞ്ഞിട്ട് നീ വെക്കും. നീ ഒരു ഓഫീസിൽ ചെന്ന് കാൽ വെക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ മുന്നമേ അവിടെ എത്തിയിരിക്കും. നീ അവിടെ നിന്ന് ക്ഷീണിക്കണമെന്ന് ദൈവഹിതമാണെങ്കിൽ നീ നിൽക്കും. പക്ഷെ ദൈവം ചെയ്യേണ്ടത് ചെയ്തിരിക്കും, ഉറപ്പാണ്. ഒരിക്കലും ഒരു ബാങ്കിൽ രാവിലെ പോയി, എനിക്ക് 10 മണിക്ക് ഒരു പള്ളിയിൽ ആരാധനയ്ക്ക് കാണും. അത്യാവശ്യം ഒരു ബാങ്കിൽ പോയി കുറച്ച് ക്യാഷ് ഇടപാട് ചെയ്തേ പറ്റും. അപ്പം ഞാൻ എല്ലാ തിരക്കും കുറേ കാര്യങ്ങളില്ലെങ്കിൽ ഞാൻ ഏകദേശം 9:30 ആവാറായി ബാങ്കിലെത്തി. 9:30 അവിടെ നിന്ന് തിരിച്ചാലേ ഞാൻ ആ പ്രാർത്ഥനാ സ്ഥലത്ത് 10 മണിക്ക് എത്തും. എനിക്ക് ലേറ്റായി പോകണം, വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ആകപ്പാടെ ടെൻഷനാണ്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്, സമയം തെറ്റി, എനിക്കിത് ചെയ്തേ പറ്റൂ, അവിടെയും പോയേ പറ്റൂ, രണ്ടും ഇങ്ങനെ നിൽക്കുകയാണ്, ദൈവം എന്നെ സഹായിക്കണേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു. ഞാൻ ഇറങ്ങി ബാങ്കിലെത്തിയപ്പോൾ ഏകദേശം 9 ആവാൻ 5 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തി ടോക്കൺ എടുത്തു. നല്ല ക്യൂ ആണ്. അപ്പോൾ ടോക്കൺ എടുക്കുന്ന സമയത്ത് എൻ്റെ ദേശം 32 അങ്ങനെ എന്തോ നമ്പർ. അപ്പോൾ എന്തായിരുന്നാലും 10 മണിയായപ്പോൾ ഞാൻ ഇവിടെ നീങ്ങത്തില്ല, എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഒരു അമ്മച്ചി എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നെ തുറഞ്ഞു, ഇതൊന്ന് ഫില്ല് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. ഒരു പേപ്പറുണ്ട്. ഇവിടെ അമ്മച്ചി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അമ്മച്ചി ഫില്ല് ചെയ്യാൻ കണ്ടു പറഞ്ഞു. മാനസികമായിട്ടൊരു താല്പര്യമില്ല, ഒരു 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 വല്ലാത്തൊരവസ്ഥ, നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ നമുക്ക് ദൈവസന്നിധിയിൽ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് എന്തോ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അത് ഫില്ല് അവർ ഡയറക്റ്റ് ഒന്ന് കൊടുക്കാനാണ് മാനേജർ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അമ്മച്ചി പറഞ്ഞനുസരിച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ഡോക്ടറെ നോക്കി സങ്കടപ്പെടുന്ന സമയത്ത് ഈ അമ്മച്ചി അവരുടെ കവറിനകത്ത് എന്തോ തപ്പുന്നുണ്ട്. എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ കവറിൽ എന്തോ തപ്പുന്നു. ഞാൻ എന്താണെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അവരെ കവറിനകത്തുനിന്ന് അവർ ടോക്കൺ എടുത്തു. ടോക്കൺ ഞാൻ വന്നപ്പം എടുത്തതാണ്. എനിക്കിനി വേണ്ട, മക്കളെടുത്തു എന്ന് പറഞ്ഞ് എൻ്റെ എത്തും. ഞാൻ നോക്കി ടോക്കൺ നമ്പർ 11 ഇങ്ങനെ നോക്കിയ സമയം നമ്പർ സൗണ്ട് 11 ഞാൻ നേരെ അവിടെ ചെല്ലുന്നു, ഇത് അടയ്ക്കുന്നു, ഞാൻ പോകുന്നു. 9:30 വീട്ടിലെത്തുന്നു. കൃത്യം 10 മണി ഞാൻ അവിടെ എത്തുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് എനിക്ക് മുമ്പേ ഒരാളെ അവിടെ അയച്ചിട്ട് ടോക്കൺ എടുപ്പിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. മനസ്സിലായോ? ഇഷ്ടംപോലെ അനുഭവം പറഞ്ഞുതരാം, വ്യക്തിപരമായ എൻ്റെ ലൈഫിൽ ചെറുതും വലുതും അനേകം. സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം നീ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കുറവും കർത്താവയ്ക്കില്ല, ഒരു കുറവ്. സ്നേഹമാണ് ദൈവം. അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുവാൻ കഴിവുള്ള പ്രാപ്തനാണ് ആ ദൈവം. നിങ്ങൾ വിശ്വസിക്കുക. ഈ സ്ത്രീ അവിടെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തോട്, ഈ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഭയങ്കര സംഭവം, ഇത് റീസ്റ്റോർ ചെയ്ത് കിട്ടി എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടി. ഈ കിട്ടി എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഈ ഞാൻ 4-ാം അധ്യായത്തിൽ മുതൽ പറഞ്ഞപ്പോൾ അതിനകത്ത് മകൻ മരിച്ചു. ഈ സ്ത്രീയുടെ മകൻ മരിക്കുന്ന സമയത്ത് ഇവൾ ഓടി പ്രവാചകന്റെ അടുക്കൽ ചെല്ലുന്നു. പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ച് ഈ മകൻ എഴുതൽ. അവിടെ റീസ്റ്റോർ, ഇംഗ്ലീഷ് റീസ്റ്റോർ എന്ന് എന്നെ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ റീസ്റ്റോർ വെൽത്ത് എന്നുള്ള അത് മുഴുവൻ തിരിച്ചു കിട്ടാണ്. സെയിം എഫക്റ്റ്. അതായത് ഒരിക്കൽ ഇതുപോലെ എനിക്ക് നഷ്ടപ്പെട്ടതിനെ തിരികെ തന്നൊരു ദൈവം ഈ നഷ്ടപ്പെട്ടതും തിരികെ തരുമെന്ന വിശ്വാസത്തോടെ അവിടെ നടന്നു.
ഇവിടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ നാളുകളിൽ കുറേ നാളുകൾക്ക് മുമ്പ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത്, അന്ന് ഞാൻ നല്ല പ്രാർത്ഥിക്കുമായിരുന്നു. ചില ആൾക്കാർ പറഞ്ഞു അന്ന് ഞാൻ നല്ല പ്രാർത്ഥനയിലൊക്കെ നിന്നിരുന്നു, ഇപ്പം എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നുമില്ല. അതൊരു വിഷയമല്ല. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ബാക്കിൽ പോകരുത്. അത് പിശാചാണ് അങ്ങനെ നിങ്ങൾ സംസാരിപ്പിക്കുന്നത്. എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ പറ്റണമെന്നൊന്നുമില്ല. ചില ദിവസങ്ങൾ നമുക്കൊരു ആത്മീകമായ വല്ലാത്തൊരു ഞെരുക്കം ഫീൽ ചെയ്യും. ചില ഞെരുക്കങ്ങൾ നമുക്കുണ്ടാവും. ചില പ്രാർത്ഥിക്കാൻ പറ്റാതെ നമ്മൾ ഡള്ളായി പോകും. അല്ല, നമ്മളിപ്പോൾ ശാരീരികമായിട്ട് ബലഹീനമായി പോയി, അല്ലെങ്കിൽ പനി വന്നു, അല്ലെങ്കിൽ കിടപ്പായി, നിങ്ങൾ എത്ര ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കും? പറ്റണമെന്നില്ല. ചില മാനസിക സംഘർഷങ്ങൾ, ചില ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട്, ചില മറ്റേതെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സങ്ങ് പതറുന്ന സമയം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും? ചിലപ്പോൾ പറ്റണമെന്നില്ല. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത്. മനസ്സിലായോ? കർത്താവ് അങ്ങനെ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ്, സ്നേഹമാണ്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ബാക്കിലേക്ക് പോയി ഉടനെ സാത്താൻ വന്നിട്ട് പറയും പ്രാർത്ഥനയൊക്കെ പോയി നിന്റെ. ഈ വാക്ക് സാത്താൻ്റെതാണ്, ദൈവത്തിൻ്റെ അല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ അല്ല. ദൈവം അങ്ങനെ പറയില്ല. നിന്റെ പ്രാർത്ഥനയൊക്കെ പോയി ഇനി കാര്യമൊന്നുമില്ലെന്ന് പറയില്ല. തിരികെ വാ, തിരികെ വാ. അന്ത്യത്തോളം ഈ വാക്കാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. വിളിച്ച ദൈവം നിന്നെ സഭയ്ക്കകത്ത് വിളിച്ചതാരാ? ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, അപ്പനും അമ്മയ്ക്ക് ക്രിസ്ത്യാനിയായിരുന്നു അല്ലേ? അല്ല, അങ്ങനല്ല. നിന്നെ സഭയ്ക്കകത്ത് വിളിച്ചാക്കിയ ദൈവം, ഒരു സഭയിൽ അംഗമാക്കി മാറ്റി ക്രിസ്ത്യാനിയാക്കി വിളിച്ചത് ദൈവം. യേശുവെന്ന് വിളിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച് അങ്ങനെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്നത് ദൈവം. ദൈവം ഒന്ന് അപ്പനും അമ്മയും പാരമ്പര്യ ക്രിസ്ത്യാനി, അങ്ങനെ വാക്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ദൈവം എന്നെ വിശ്വാസ സമൂഹത്തിനകത്ത് നട്ടിട്ടുണ്ടെങ്കിൽ പരിപാലിക്കുന്നതും ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും അതിനകത്താണ്. ഒരാൾക്ക് പോലും മാറ്റമില്ല. കുറവുകൾ സംഭവിച്ചിരിക്കാം, ബലഹീനതകൾ സംഭവിച്ചിരിക്കാം, പേടിച്ചു പോകല്ലേ. റീസ്റ്റോർ ചെയ്യും ദൈവം. കുടുംബം തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയി, തിരിച്ചു വരുമോ? വരുമെന്ന് തിരികെ വരും. സാമ്പത്തികം തകർന്നുപോയി, ആത്മഹത്യയാണോ പരിഹാര മാർഗം? ദൈവമാണ് പരിഹാരം. ഇവിടെ രാജാവിന്റെ മനസ്സ് മാറ്റം ഒരൊറ്റ നിമിഷം കർത്താവിന് വേണ്ടി വന്നില്ല. പിന്നെയാണോ നിന്റെ സാമ്പത്തിക പ്രശ്നം നീക്കാൻ കർത്താവിന് ചെറുവിരൽ വേണം? ഏതൊരു സംഭവവും തിരികെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. മുൻകാലങ്ങൾ ദൈവം ചെയ്തത്, ഞാൻ ഒന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഒരുപാട് എനിക്കറിയാം. ഞാൻ ആ സമയത്തൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, നന്നായിട്ട് ബൈബിൾ വായിക്കുന്നു. ആ സമയത്ത് എനിക്ക് നല്ല ആത്മീകമായ ചൈതന്യം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം എന്നെ നടത്തുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചെല്ലാം ദൈവം കേട്ടു. പക്ഷേ ഇപ്പം ഞാൻ ആകെപ്പെട്ട ആളാണ്. ഇപ്പം എനിക്ക് പ്രാർത്ഥനയൊന്നുമില്ല, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. ഞാൻ ആകെപ്പാടെ പുറകിലോട്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നിരിക്കാനോടാ? ഒന്നും സംഭവിക്കുകയില്ല. നിങ്ങൾ ആ സ്പോട്ടിൽ സാത്താൻ വരുന്നു. നിങ്ങളിങ്ങനെ ഞെരുക്കി ഉപ്പത്തൊട്ടിക്കൊണ്ട് തള്ളാനുള്ള പദ്ധതിയല്ല അവൻ്റെ കയ്യിലുണ്ട്. തിരിഞ്ഞു ചിന്തിച്ചോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് റീസ്റ്റോർ ചെയ്തൊരു ദൈവം. നിന്റെ വിശ്വാസം താഴ്ന്നിട്ടുണ്ടെങ്കിൽ തിരികെ വരും. പ്രാർത്ഥനാ ജീവൻ തകർന്നിട്ടുണ്ടെങ്കിൽ തിരികെ വരും. കുടുംബ സമാധാനം ശിഥിലമായിട്ടുണ്ടെങ്കിൽ തിരികെ വരും. തലമുറ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരികെ വരും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ആന്റി എന്നോട് പറഞ്ഞാണ്, ഒരിക്കലും തിരികെ വരത്തില്ലെന്ന്, ഒരിക്കലും ഈ മകൻ ഇനി ഒരിക്കലും ഞങ്ങളോട് സ്നേഹത്തോടെ സംഭാഷിക്കില്ലെന്ന്, ഈ മകൻ പ്രാർത്ഥിക്കില്ലെന്ന് വിശ്വസിച്ചിരുന്നെടുത്ത് നിന്ന് മഹാത്ഭുതം ചെയ്തച്ച സ്ഥിരമായിട്ട് എന്നെ വിളിച്ച് ഈ വിഷമം പറയുമായിരുന്നു. ഞാൻ പറയും വരും, തിരികെ വരും. അസാധ്യമാണ് ഈ കാലഘട്ടത്തിൽ. ഒരു പറഞ്ഞ എല്ലാ കൂട്ടുകാരും അങ്ങനെയാണ്, അസാധ്യം. പക്ഷെ എൻ്റെ മകൻ തിരികെ വരുമോ? തിരികെ വന്നു, തിരികെ വരും. നിങ്ങൾ വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തിലാണ്, നിങ്ങൾ പിന്തുടരുന്നത് ആ ദൈവത്തിലാണ്, നിങ്ങൾ വചനത്തിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരേണ്ടത് മടങ്ങി വരും. അത് നിങ്ങൾ മകനെ വിളിച്ച് വരട്ടണ്ട, മോളെ വിളിച്ച് വരട്ടണ്ട, ഭർത്താവിനെ വിളിച്ച് വരട്ടേണ്ട ആവശ്യമില്ല. നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണോ, നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണോ, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ളത് ക്ലിയർ ആവും. സിമ്പിൾ. ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ ബാക്കി ദൈവം ചെയ്യേണ്ടത് അവിടെ ചെയ്തിരിക്കും. പ്രിയമുള്ള റീസ്റ്റോർ ചെയ്യും ദൈവം. നിങ്ങൾ ആത്മീകമുണ്ട്, അല്ലെങ്കിൽ കുടുംബം, സമാധാനം, എല്ലാ കാര്യങ്ങളും തിരികെ വരും. നഷ്ടപ്പെട്ട് ജീവിക്കരുത്. അങ്ങനെ ഭാരപ്പെടും നഷ്ടങ്ങൾ. ചിലതൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് ചില നഷ്ടപ്പെടുന്നുണ്ടാവും. നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അപ്പോസ്തലന്മാരൊക്കെ സുവിശേഷം പ്രസംഗിച്ച് ചാവാൻ നിന്നോടുക്കാണ്, മരിക്കാൻ റെഡിയാണ്. അതൊരു ആത്മീക അഭിഷേകമാണ്. അത് നിനക്കുണ്ടാവണമെന്നുണ്ടോ? എനിക്കുണ്ടാവണമെന്നുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എനിക്ക് അങ്ങനെ അഭിഷേകം ഉണ്ടെങ്കിൽ ഞാൻ പോ, നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നീ പോ. അത് അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, അവരത് ചെയ്തു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ അനേകം ആൾക്കാരുണ്ട്. എല്ലാവർക്കും ആരെ പീഡിപ്പിക്കുന്നില്ല, വേദനയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല. നിനക്ക് അങ്ങനെ ഉള്ളൊരു പവർ ഉണ്ടെങ്കിലും നിന്നെ വിടൂ.